ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഡെറിവേഷൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് ഏവർക്കും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ ഡെറിവേഷനും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, ഡീൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ മക്കളും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. എങ്കിൽ നമ്മളിത് ആരംഭിക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ ഫസ്റ്റ് ഡെറിവേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ഒന്നാമത്തെ ഡെറിവേഷൻ ആണ് മക്കളെ. മോഷണൽ ഇ എം എഫ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഡെറിവേഷൻ. അതായത് മോഷണൽ ഇ എം എഫിനെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം ഉണ്ട്. ഈ റെക്റ്റാങ്കുലർ ഫ്രെയിമിനകത്ത് പി ക്യു എന്ന് പറയുന്നത് ഒരു മൂവബിൾ ആം ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ എക്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, ഈ ആമിനെ പി ക്യു എന്ന് പറഞ്ഞ ആമിനെ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ എക്സിൻ്റെ വാല്യൂവിന് എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഏരിയയ്ക്ക് ചേഞ്ച് ഉണ്ടാവും, അവിടെ ഇ എം എഫ് ഉണ്ടാവും. അപ്പോൾ ഇ എം എഫിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഇ എം എഫിൻ്റെ ഇക്വേഷൻ. ഇ എം എഫ് ഇസ് ഈക്വൽ ടു, മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ എന്താണ്, ഡി ടി ആണ്. ഇനി ഇവിടുത്തെ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കിയാലോ. ഫ്ലെക്സ് എന്ന് പറയുന്നത് ബി എ കോസ് തീറ്റയാണ്. ബി എ കോസ് തീറ്റ. ഇവിടുന്ന് ഓരോ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ആദ്യം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ബി ആണെന്ന് നമുക്കറിയാം. എ എന്ന് പറയുന്ന ഏരിയ ആണ് അല്ലേ. ആ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിമിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എൽ ഇൻറ്റു എക്സ് എന്ത് വിളിക്കാം, എക്സ് എന്ന് വിളിക്കാം. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, 0 ഡിഗ്രി ആണ്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ അകത്തോട്ടേക്കാണ്. ഏരിയ വെക്ടർ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ രണ്ടും എന്തായിരിക്കും, ഉണ്ടാക്കുന്ന ആംഗിൾ 0 ഡിഗ്രി ആണ്. അപ്പോൾ കോസ് 0 1 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ നമ്മൾ 2 എന്നും അതേപോലെ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്നും കോസ് 0 കോസ് തീറ്റാനെ നമുക്ക് 1 എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഇക്വേഷൻ 2നെയും 3നെയും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 3നെയും 4നെയും എടുത്തിട്ട് നിങ്ങൾ 2ൽ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 2 ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, 5 is equal to ബി ഇൻറ്റു എൽ ഇൻറ്റു എക്സ് അത് കിട്ടും. അപ്പോൾ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ കിട്ടി. പുട്ട് ഇക്വേഷൻ നമ്പർ 5നെ എടുത്തിട്ട് മക്കളെ നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇട്ട് പുട്ട് ചെയ്യുക. 5 ഇൻ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എൽ എക്സ്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ ഇടാൻ പറ്റും, മൈനസ് ബിനെയും എല്ലിനെയും പുറത്താക്കിയാൽ പിന്നീടുള്ളത് ഡി എക്സ് ബൈ ഡി ടി ആണ്. എന്താണ് മക്കളെ ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. എക്സ് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിനെ മൈനസ് ബി എന്ന് വിളിക്കാം. മൈനസ് ബി നെഗറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ബി എന്ന് വിളിക്കാം. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം മക്കളെ, ബി എൽ മൈനസ് വി, ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇ എം എഫ് ഇസ് ഈക്വൽ ടു ബി എൽ വി. ഇതിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. എന്താണ് മക്കളെ വിളിക്കുന്ന പേര്, മോഷണൽ ഇ എം എഫ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നു. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ബി എൽ വി എന്ന് വിളിക്കാം. കാരണം ഈ ആം തിരിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇ എം എഫ് മൈനസ് എന്തായിരിക്കും, അവിടെ ബി എൽ വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളി നിങ്ങൾ എന്ത് ചെയ്യുക, ബി എൽ വി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ബി എൽ വി ആയിരിക്കും. ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. എങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഡെറിവേഷനായ സെൽഫ് ഇൻഡക്ഷനിലോട്ട് പോവുകയാണ്. സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷൻ എപ്പോഴും ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് അറിയാം. ഒരു കോയിലിനകത്തൂടെയുള്ള കറണ്ട് വേരി ചെയ്യുമ്പോൾ ആ കോയിലിനകത്ത് തന്നെ എന്തുണ്ടാകുന്നുണ്ട്, ഒരു ഇ എം എഫ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ ഇ എം എഫ് എന്ത് ചെയ്യുന്നു, അതിനകത്തുള്ള കറണ്ടിൻ്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡീക്കേനെ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ ഫ്ലെക്സ് എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഐ ആണ്. ഫ്ലെക്സ് ഈസ് പ്രപ്പോർഷണൽ ടു ഐ ആണ്, അല്ലെങ്കിൽ ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ ആണ്. ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഡെറിവേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് എക്സാമിന് ചോദിക്കുകയാണ് ബാക്ക് ഇ എം എഫിൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ഡെറിവേഷനായിട്ട് ചോദിക്കുകയാണ് ബാക്ക് ഇ എം എഫ്. അപ്പോൾ നമുക്ക് ബാക്ക് ഇ എം എഫ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി ആണ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ. 5 ഈസ് ഈക്വൽ എൽ ഇൻറ്റു ഐ ആണ്. അപ്പോൾ ബാക്ക് ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ 5ക്ക് പോയാൽ നമുക്ക് എന്ത് കൊടുക്കാം, എൽ ഇൻറ്റു ഐ കൊടുക്കാം, ഡിവൈഡ് ബൈ ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് മൈനസ് എൽ ഇൻറ്റു മക്കളെ എന്താണ്, ഡി ഐ ബൈ ഡി ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
റെഡി. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒരു ഡെറിവേഷനോട് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻ ഓഫ് എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ നമുക്ക് ഫ്ലെക്സിൽ നിന്ന് തുടങ്ങാം. ഫൈ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ ആണ് ഇക്വേഷൻ. പുട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഫ്ലെക്സിന് നമ്മൾ പഠിച്ച മറ്റൊരു ഇക്വേഷൻ ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഏരിയ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ. ബി എ കോസ് തീറ്റ ഇതാണ് ഇക്വേഷൻ അല്ലേ, ബി എ കോസ് തീറ്റ. പക്ഷേ ഇവിടെ ഒരു ടേൺ അല്ല ഉള്ളത്, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ഈ കോയിലിനകത്ത്. അപ്പോൾ ഒരു ടേണിലെ ഫ്ലെക്സ് ആണിത്. അപ്പോൾ n ടേൺസ് ഉണ്ടെങ്കിൽ n ബി എ കോസ് തീറ്റ. ഇനി ഇവിടെ നിന്ന് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെയും തീറ്റനെ കണ്ടുപിടിക്കാൻ പോകുന്നു. ആദ്യം നമുക്ക് ഓരോരോ ആൾക്കാരായിട്ട് കണ്ടുപിടിക്കാം. n ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് അല്ലേ. എന്താണ് ഈ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് n ഇൻറ്റു എൽ ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ടോട്ടൽ ലെങ്ത്. നമ്മൾ തൊട്ട് മുമ്പ് സോളിനോട് ഡെറിവേഷൻ അത് പറഞ്ഞതാണ് അല്ലേ. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ മക്കളെ, ഒരു സോളിനോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 n ആണ്. ഇത് നമ്മളവിടെ പഠിച്ചതാണ്. ഏരിയയാണ് നിങ്ങൾ πr² എന്നോ എ എന്ന് വിളിച്ച കുഴപ്പമൊന്നുമില്ല. തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. ഏരിയ വെക്ടറാണ് ഇത്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കറിയാം 0 ഡിഗ്രി ആണ്. അപ്പോൾ cos 0 1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം cos 0 അല്ലെങ്കിൽ cos തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് എഴുതാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും, ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നും, ഇതിനെ ഇക്വേഷൻ നമ്പർ 4 എന്നും, ഇതിനെ ഇക്വേഷൻ നമ്പർ 5 എന്നും വിളിച്ചാൽ ഇക്വേഷൻ 3, 4, ഇക്വേഷൻ 3, 4 ആൻഡ് ഇക്വേഷൻ നമ്പർ 5 ഇൻ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ എന്ത് കിട്ടുമോടാ, നമുക്ക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ കിട്ടും അല്ലേ. ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു n l μ0 n i a എന്ന് കിട്ടി. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ μ0 n സ്ക്വയർ a l ഇൻറ്റു ഐ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ എന്ത് വിളിക്കാം, 6 എന്ന് വിളിക്കാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 6ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു μ0 n സ്ക്വയർ a l ഐ എന്നും ഇവിടെ L ഇൻറ്റു ഐ എന്നും എഴുതാം. നമുക്ക് ഐയും ഐയും ക്യാൻസൽ ചെയ്ത് കളയാം. അവസാനം നമുക്ക് L ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം μ0 n സ്ക്വയർ a l എന്ന് എഴുതാം. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. റെഡി അല്ലടാ, μ0 n സ്ക്വയർ a l. ഇനി ഇതേ സോളിനോടിനകത്ത് നമ്മളൊരു അയൺ കോറിന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചാണ് ഒരു അയൺ കോറിന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും അല്ലേ. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഇക്വേഷൻ വരുന്നത് μr ഇൻറ്റു എൽ എയർ വരും. ഇത് എൽ എയർ ആയിട്ട് നമുക്ക് എടുത്താൽ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ μr ടൈംസ് സെൽഫ് ഇൻഡക്റ്റൻസ് ചെയ്യും മക്കളെ. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് അടുത്ത മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ? ഒരു കോയിലിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ട് മാറുമ്പോൾ നെയ്ബറിംഗ് കോയിലിനകത്ത് EMF ഉണ്ടാകുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അവിടെ നമുക്ക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ദി ഫസ്റ്റ് കോയിൽ ഈസ് ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് കോയിൽ ഇൻറ്റു എന്താണ് മക്കളെ, I2 എന്ന് വരും. ഓക്കെ അല്ലേടാ, ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്കറിയാം EMF എന്ന് വെച്ചാൽ എന്താണ്, -d∅dt ആണ്. ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ ചോദിച്ചു EMF ചോദിച്ചാൽ നമുക്ക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ m ഇൻറ്റു ഐ ആണ്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എമ്മിനെ നമുക്ക് പുറത്തെടുക്കാം. മുമ്പത്തെ പോലെ തന്നെയാണ് m12 ഇൻറ്റു di2/dt. ഇതാണ് അവിടുത്തെ എന്ത് EMFൻ്റെ ഇക്വേഷൻ. എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകാൻ പോകുന്നു, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഡെറിവേഷനോട്ട് പോകാൻ പോവാണ്. സിമ്പിൾ ഡെറിവേഷനാണ്. എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഫിഗർ എന്ത് ചെയ്യണം മക്കളെ, എല്ലാവരും മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ ഫിഗർ പഠിച്ചു വെക്കേണ്ട ഫിഗറാണ്. അപ്പോൾ ഡെറിവേഷൻ തുടങ്ങാൻ പോകണം. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ തുടങ്ങുന്നു. ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ദി ഫസ്റ്റ് കോയിൽ. ഈ ഫിഗറിനകത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു വലിയ സോളിനോഡ് ഉണ്ട്, S2 ആണ്. അതിലൂടെയാണ് I2 കറണ്ട് പാസ് ചെയ്യുന്നത്. ഒരു ചെറിയ സോളിനോഡ് ഉണ്ട്, അത് S1 ആണ്. അത് ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ വലിയ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് സെക്കൻഡ് കോയിൽ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ EMF ഉണ്ടാവും. ഈ ഫിനോമിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ചെറിയ കോയിലിൻ്റെ അകത്തെടുത്ത് വെക്കാൻ കാരണം എന്താണ്? കാരണം നമുക്ക് മുഴുവൻ ഫ്ലെക്സും ഫസ്റ്റ് കോയിൽ ഉണ്ടാക്കുന്ന മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡും സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ടൈറ്റ് കപ്ലിങ്ങിന് വേണ്ടിയാണ്. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, തൊട്ട് മുമ്പ് എഴുതിയതാണ്. m12 ഇൻറ്റു എന്താണ് മക്കളെ, I2 ആണല്ലേ ഈ ഇക്വേഷൻ. പുട്ട് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചോ. ഇനി ഫ്ലെക്സിൻ്റെ മറ്റൊരു ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം NBA cos θ ആണ് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ.
ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ NBA കോസ് തീറ്റയാണ്. NBA കോസ് തീറ്റ. മക്കളെ നമ്പർ ഓഫ് ടേൺസ് ഒന്നാമത്തെ കോയിൽ ആയതുകൊണ്ട് N1 എന്ന് വിളിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിലാണ് ഉണ്ടാക്കുന്നത്. ഏരിയ എന്ന് പറയുന്നത് ഒന്നാമത്തെ കോയിൻ്റെയാണ്. ഇനി ശ്രദ്ധിക്കുക, N1 എന്ന് പറയുന്നത് നമുക്കറിയാം N1 L1 ആണ്. അതേപോലെ തന്നെ B2 മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം μ0 N2 I2 ആണ്. ഇനി തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം 0 ഡിഗ്രിയാണ്. ഇതെല്ലാം കൂടി എടുത്തിട്ട് ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയും അതേപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഇക്വേഷൻ നമ്പർ 5 നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ മാറ്റി എഴുതാം. ഇക്വേഷൻ നമ്പർ 3, 4 ആൻഡ് ഇക്വേഷൻ നമ്പർ 5 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ B2 എന്ന് പറയുന്ന സെക്കൻഡ് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ N2 I2 വരും. ഈ N1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആയതുകൊണ്ട് N1 L1 വന്നത്. ഒന്നാമത്തെ കോയിലെ ഫ്ലെക്സ് എന്ന് പറയുന്നത് NBA കോസ് തീറ്റ ആണ്. ഈ B എന്ന് പറയുന്നത് സെക്കൻഡ് കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് B2 വന്നിരിക്കുന്നത്. അത് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ B2 ആണെന്ന് പഠിച്ചു നോക്കുക, കാരണം സെക്കൻഡ് കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് B2 വന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ 5 ഇസ് ഈക്വൽ ടു മക്കളെ എന്ത് കിട്ടുവാടാ? N1 പകരം N1 L1 മാഗ്നറ്റിക് ഫീൽഡ് μ0 N2 I2. അതേപോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് മക്കളെ എന്താടാ? A1 എന്ന് കൊടുത്താൽ മതി, A1. അപ്പോൾ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. 5 ഇസ് ഈക്വൽ ടു μ0 അവിടെ N² പകരം ഇവിടെ N1 N2 എന്ന് വരും. അതേപോലെ തന്നെ L1 വരും, A1 വരും, പിന്നെ എന്ത് വരും മക്കളെ? I2 വരും. പുട്ട് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1ഉം അതേപോലെ തന്നെ ഇക്വേഷൻ 6ഉം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ M12 ഇൻറ്റു I2 ഇസ് ഈക്വൽ ടു μ0 N1 N2 L1 A1 I2 എന്ന് എഴുതാം. നമുക്ക് I2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ദെൻ ആൻസർ ബിക്കം M12 ഇസ് ഈക്വൽ ടു μ0 N1 N2 L1 A1. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ അല്ലെങ്കിൽ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി ഈ ചാപ്റ്ററിൽ അടുത്തൊരു ഡെറിവേഷനാണ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ എക്സ്പ്രഷൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ പരിപാടി ചെയ്യും. പവറിൻ്റെ ഇക്വേഷനാണ് തുടങ്ങുന്നത്. പവർ ഇസ് ഈക്വൽ ടു മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം V ഇൻറ്റു I ആണ്. ഇനി നമുക്കറിയാം പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു VI ഇൻറ്റു T എന്ന് കൊടുക്കാം. ഒരു ചെറിയ വർക്കാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ VI ഇൻറ്റു DT എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ ആക്ച്വലി വർക്ക് ചെയ്യുന്ന ആരാണ്? നമുക്കറിയാം ഈ സോളിനോഡിനകത്ത് കറണ്ട് 0യിൽ നിന്നും കറണ്ട് മാക്സിമത്തിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ബാക്ക് EMFനെ ഒപ്പോസ് ചെയ്യും. ഈ ബാക്ക് EMFന് അഗൻസ്റ്റ് ആയിട്ട് ഈ ബാറ്ററി വർക്ക് ചെയ്യുമ്പോഴാണ് ആ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററിയാണ് ബാക്ക് EMFന് അഗൻസ്റ്റ് ആയിട്ട് ബാക്ക് EMF ഇങ്ങോട്ടേക്കാണെങ്കിൽ ആ ബാറ്ററി അതിനഗൻസ്റ്റ് വർക്ക് ചെയ്തിട്ടാണ് ആ കറണ്ടിനെ 0യിൽ നിന്ന് മാക്സിമത്തിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു വർക്ക് ചെയ്യത്തില്ലേ? ആ വർക്കാണ് ഇൻഡക്ടറിനകത്ത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ വോൾട്ടേജ് നമ്മുടെ ബാറ്ററി കൊടുക്കുന്ന വോൾട്ടേജാണ്. എന്തിനഗൻസ്റ്റ് ആയിട്ടാണ് ബാറ്ററി വർക്ക് ചെയ്യുന്നത്? ബാക്ക് EMFന് അഗൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജിനെ ബാക്ക് EMFിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം L ഇൻറ്റു di/dt. മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഇല്ല, കാരണം ബാക്ക് EMFന് അഗൻസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് മൈനസ് EB ആണ് വരുന്നത്. അപ്പോൾ മൈനസ് L ഇൻറ്റു di/dt അല്ലേ? യെസ്, ഒരു മൈനസ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഇതാണ് ബാക്ക് EMFിൻ്റെ ഇക്വേഷൻ. നമ്മൾ ബാക്ക് EMFിന് അഗൻസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് സാർ ഇവിടെ മൈനസ് ഇടാതിരുന്നത്. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ കിട്ടും. വർക്ക് ഈസ് ഈക്വൽ ടു L di/dt I ഇൻറ്റു DT. നമുക്കിവിടെ വെട്ടിക്കളയാം മക്കളെ. DT നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് dW ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. dW ഇസ് ഈക്വൽ ടു LIDI എന്ന് എഴുതാം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ആ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തേ. കുഞ്ഞു വർക്ക് വലിയ വർക്കായിട്ട് മാറും. ഇൻ്റഗ്രൽ ആദ്യം കറണ്ട് 0 ആണ്, പിന്നെ എങ്ങോട്ട് പോയി? മാക്സിമത്തിലോട്ട് പോയി.
എന്ത് എഴുതാം? LI/DI. നമുക്കറിയാം ഐ മാറുന്നുണ്ട് അല്ലേ, ഐ 0 മാക്സിമത്തിലോട്ട് പോകണം, ഐ ഒരു വേരിയബിൾ ആണ്, L കോൺസ്റ്റൻ്റ് ആണ്, പുറത്താക്കി. അപ്പോൾ W = L × ഇൻ്റഗ്രൽ 0 to I max I/DI എന്ന് എഴുതാം. ഐയുടെ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ I² അല്ലേടാ, അപ്പോൾ I²/2 എന്ന് എഴുതാം, അപ് ടു ദ ലിമിറ്റ് 0 to I max. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തേടാ, എന്ത് കിട്ടും? യെസ്, Imax²/2 മൈനസ് 0²/2. യെസ്, ഈ വർക്കാണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദിസ് വർക്ക് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് L/Imax² എന്ന് കിട്ടി. ഇതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ മനോഹരമായ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ഡെറിവേഷനാണ് AC ജനറേറ്ററിനകത്ത് EMF കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ. എന്താണ് AC ജനറേറ്റർ? നമുക്കറിയണം, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് AC ജനറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിൻ്റെ കൺസ്ട്രക്ഷനിലോട്ട് വരികയാണെങ്കിൽ അതിനകത്ത് ആർമേച്ചർ കോയിലുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി മാഗ്നറ്റ് ഉണ്ട്, ദെൻ സ്ലിപ്പ് റിംഗ് ഉണ്ട്, പിന്നെ ബ്രഷസ് ഉണ്ട്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആർമേച്ചർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുകയും ആ ആർമേച്ചർ കോയിലിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ആ ഇൻഡ്യൂസ് ചെയ്ത EMF ആ റിങ്ങിലൂടെ ബ്രഷിലൂടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് എത്തുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിങ്ങും എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മുടെ എക്സാമിന് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ഉണ്ട്, EMFനെ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് EMF ഇൻഡിക്കേഷൻ അറിയാവുന്നതാണ്, -dϕ/dt ആണ്. അവിടെ നമുക്ക് പരിപാടി തുടങ്ങാം. E is equal to, if there are n number of turns, minus n into dϕ/dt. ഇവിടെ നിങ്ങൾ n ഇട്ടാൽ ഫ്ലെക്സിന് നിങ്ങൾ n ഇടാൻ പാടില്ല, ശ്രദ്ധിക്കണമേ. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് BA cos θ ആണ് അല്ലേ, BA cos θ ആണ്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ തീറ്റ ഇത് റൊട്ടേറ്റ് അല്ലേ, ഏരിയ അല്ലേ, നമ്മുടെ ആർമേച്ചർ കോയിലിൻ്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി തീറ്റയാണ് മാറുന്നത്. തീറ്റ ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്, ω/t ആണ്. ഓക്കെ, പുട്ട് ഇക്വേഷൻ നമ്പർ 3 എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2 പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ then phi is equal to BA cos ω/t എന്ന് കിട്ടി. BA cos ω/t എന്ന് കിട്ടി. അപ്പോൾ ഫ്ലെക്സ് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. നേരെ നമ്മൾ കൊടുക്കുന്നു ഇക്വേഷൻ നമ്പർ 4 എടുത്തിട്ട് മക്കളെ എന്ത് ചെയ്യുന്നു? നേരെ എടുത്തിട്ട് 1 പുട്ട് ചെയ്യുന്നു. അപ്പോൾ EMF is equal to മക്കളെ എന്ത് കിട്ടുവാടാ? EMF is equal to minus n into d/dt of BA cos θ. BA cos θ അല്ല, ω/t. ബീനെ നമുക്ക് പുറത്തെടുക്കാം. ബീനെയും എനെ നമ്മൾ പുറത്താക്കി കഴിഞ്ഞാൽ -BA d/dt of cos ω/t. എന്താ മക്കളെ cos ω/t ഡെറിവേറ്റീവ്? -sin ω/t into ω. അപ്പോൾ EMF is equal to നമുക്ക് എഴുതാം -NBA ഡെറിവേറ്റീവ് എഴുതി കിട്ടിയ ഒരു ω -sin ω/t. അപ്പോൾ ആൻസർ എഴുതാം E is equal to മൈനസും പ്ലസ് കിട്ടും നമുക്കവിടെ. ദെൻ NBA ω sin ω/t. What is NBA ω? What is NBA ω? The peak value of EMF. The peak value of EMF NBA ω. Then E is equal to E0 sin ω/t. This is the final expression for the EMF induced in the armature coil. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഹായ് മക്കളെ,
നമ്മൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കുന്നു. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. +2 ഫിസിക്സിലെ തന്നെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലൊന്നാണ് AC എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് പ്രധാനമായും ചോദിക്കുന്ന ഡെറിവേഷൻസ് എന്ന് പറഞ്ഞാൽ AC അപ്ലൈ ടു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇംപിഡൻസ്, പവർ, സിമിലർ വേ, റെസൊണൻസ് ഫ്രീക്വൻസി. സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. സോ അതിലോട്ട് കിടക്കുന്നു. ആദ്യം AC അപ്ലൈ ടു എ പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടിലോട്ട് നമ്മൾ AC സപ്ലൈ കൊടുക്കുമ്പോഴുള്ള കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും റിലേഷനാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്, ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത്. റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് ആണ് VR എന്ന് പറയുന്നത്, സപ്ലൈ വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? I ആയിട്ട് കൊടുക്കാം. സോ തുടങ്ങിയാലോ. സോ നമ്മൾ ഡെറിവേഷൻ ആരംഭിക്കും നമ്മുടെ സ്വന്തം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിൽ നിന്നാണ്. V0 sin ഒമേഗ t. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇക്വേഷൻ നമ്പർ 1. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ നമ്മുടെ സ്വന്തം ഓംസ് ലോയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. സോ അതാണ് അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് I ഈക്വൽ ടു എന്ത് എഴുതാം? V/R എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ഈ പറയുന്ന വോൾട്ടേജിന് പകരം മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച വോൾട്ടേജ് എടുത്ത് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സോ I ഈക്വൽ ടു V0 sin ഒമേഗ t ഡിവൈഡഡ് ബൈ R എന്ന് വരും. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഇനി മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം, V0/R എന്ന് പറഞ്ഞാൽ എന്താണ്? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അഥവാ I0 ആണ്. ഞാനത് റീപ്ലേസ് ചെയ്യട്ടെ. സോ I ഈക്വൽ ടു I0 sin ഒമേഗ t. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. I ഈക്വൽ ടു I0 sin ഒമേഗ t. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും പഠിക്കേണ്ട ഇക്വേഷനാണ്. റൈറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒമേഗ t ആണ്. വോൾട്ടേജിൻ്റെയും ഫേസ് ആംഗിൾ എന്ത് തന്നെയാണ്? ഒമേഗ t ആണ്. അപ്പോൾ ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണെന്ന് പറയാൻ സാധിക്കുമല്ലോ? തീർച്ചയായും പറയാൻ സാധിക്കും. ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. അതിൻ്റെ ഫേസർ ഡയഗ്രാമും ഗ്രാഫിക്കൽ സൊല്യൂഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫേസർ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ t ആണ്. ആഷ് കളറിൽ കാണുന്ന കറണ്ടിൻ്റെയും ഫേസ് ആംഗിൾ എത്രയാണ്? ഒമേഗ t ആണ്. സോ രണ്ടും സെയിം ഫേസിലാണെന്ന് മനസ്സിലാക്കാം. അവയുടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് അഥവാ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടി മനസ്സിലാക്കുക. സോ കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ I ഈക്വൽ ടു I0 sin ഒമേഗ t ആണ്. വോൾട്ടേജിൻ്റെ V ഈക്വൽ ടു V0 sin ഒമേഗ t ആണ്. പഠിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇനി ഗ്രാഫിക്കൽ സൊല്യൂഷനിലോട്ട് കിടക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ സ്വന്തം വോൾട്ടേജിൻ്റെ ഗ്രാഫ്, ആഷ് കളറിൽ കാണുന്നതാണ് കറണ്ടിൻ്റെ ഗ്രാഫ്. രണ്ടും സെയിം ഫേസിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ പറഞ്ഞ വോൾട്ടേജും കറണ്ടും മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നതും മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നതും നെഗറ്റീവ് എക്സ്ട്രീം അറ്റൈൻ ചെയ്യുന്നതും എല്ലാം സെയിം ടൈമിലാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇൻ എ പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ് എന്ന് പറയാൻ സാധിക്കും. സെറ്റിൽ അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത നമ്മുടെ സ്വന്തം ഏതിൻ്റെയാണ് മക്കളെ? ഇൻഡക്ടറിൻ്റെ ഡെറിവേഷനാണ് അടുത്തായിട്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്ടറിനകത്ത് കറണ്ട് വോൾട്ടേജിന് പുറകിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻഡക്ടറിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സർക്യൂട്ട് ഡയഗ്രാമാണ്. സപ്ലൈ വോൾട്ടേജ് V ആണ്. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ L ആണ്. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ നമ്മുടെ സ്വന്തം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിൽ നിന്നാണ്. ദാറ്റ് ഈസ് V0 sin ഒമേഗ t. ഇതിന് ഇക്വേഷൻ നമ്പർ നമുക്ക് 1 ആയിട്ട് കൊടുക്കാം. V0 sin ഒമേഗ t ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. സംശയമില്ലല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മൾ EMIയിൽ പഠിച്ച ഇക്വേഷനാണ് E ഈക്വൽ ടു -L ഇൻറ്റു di/dt. പഠിച്ച ഇക്വേഷൻ അല്ലേ? സെൽഫ് ഇൻഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച ഇക്വേഷനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, EMFന് പകരം ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? വോൾട്ടേജ് എന്ന് കൊടുക്കാം. നെഗറ്റീവ് സൈൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് എടുക്കാം. സോ L ഇൻറ്റു di/dt. സോ V ഈക്വൽ ടു L ഇൻറ്റു di/dt. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. സംശയം ഒന്നും തന്നെ ഇല്ലാലോ. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാലോ മക്കളെ. സോ കറണ്ട് അല്ലേ കണ്ടുപിടിക്കുക. സോ di ഈക്വൽ ടു V/L dt എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3. നമുക്ക് വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ അറിയാം. സോ di ഈക്വൽ ടു Vക്ക് പകരം V0 sin ഒമേഗ t ഡിവൈഡഡ് ബൈ L ഇൻറ്റു dt എന്ന് വരും. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4 ആണ്. നമുക്ക് di കിട്ടി. നമുക്ക് di അല്ല ആവശ്യം, നമുക്ക് കറണ്ട് അഥവാ I ആണ് ആവശ്യം. സോ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ്. നമ്മൾ രണ്ട് വശങ്ങളിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. സോ കറണ്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇൻറ്റഗ്രൽ ഓഫ് di എന്ന് പറഞ്ഞാൽ എന്താണ്? I ആണ്. നമുക്കറിയാം. ഇവിടെയും റൈറ്റ് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻറ്റഗ്രൽ ഓഫ് V0 sin ഒമേഗ t ഡിവൈഡഡ് ബൈ L ഇൻറ്റു dt. ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് ടേംസിനെയൊക്കെ ഇൻറ്റഗ്രേഷൻ പുറത്തെടുക്കാം. സോ ആദ്യം di നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I ആണ്. സോ I ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ L ഇൻറ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ t ഇൻറ്റു dt.
ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കാം. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 6. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ശ്രദ്ധിക്കടാ, ഐ ഈക്വൽ ടു വി നോട്ട് ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ഇക്വേഷൻ നമ്പർ 7. ഈ കാണുന്ന ഡിനോമിനേറ്ററിൽ ഒമേഗനെ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. സോ ഐ ഈക്വൽ ടു വി നോട്ട് ഡിവൈഡഡ് ബൈ എൽ ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 8. ഇതാണ് നമ്മുടെ 8ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാം. മക്കളെ ശ്രദ്ധിച്ചോ. അതായത് വി നോട്ട് ബൈ എൽ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഐ നോട്ട് എന്ന് കൊടുക്കാം. സിമിലർ വേ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് കൊടുക്കാം. സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് മക്കളെ കിട്ടുക? ഐ ഈക്വൽ ടു വി നോട്ട് ബൈ എൽ ഒമേഗയ്ക്ക് പകരം ഐ നോട്ട് ആണ്, മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? വെടുപ്പായിട്ട് മനസ്സിലായില്ലേ? സോ ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. വോൾട്ടേജിൻ്റെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്. വി നോട്ട് സൈൻ ഒമേഗ ടി ആയിരുന്നു വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിന് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൂടി കൊടുക്കുവാണ്. ശ്രദ്ധിക്കണം, വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആയിരുന്നു, പക്ഷേ കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. സോ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജിന് പുറകിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും സാധിക്കും. കറണ്ട് വോൾട്ടേജിന് പുറകിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. വെരി ഇമ്പോർട്ടൻ്റ്, റൈറ്റ്? സോ അതിൻ്റെ ഗ്രാഫിലോട്ട് കിടക്കാം. ഈ പറയുന്ന ഫേസർ ഡയഗ്രാം അല്ലെങ്കിൽ ഫേസർ ഡയഗ്രാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഫേസേഴ്സ് റൊട്ടേറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്. അതിൽ നിന്ന് 90 ഡിഗ്രി പുറകിലാണ് ആരെ വരയ്ക്കേണ്ടത്? കറണ്ടിനെ വരയ്ക്കാൻ. 90 ഡിഗ്രി പുറകിലാണ് കറണ്ട്. ഇതാണ് വോൾട്ടേജ്, റൈറ്റ്? അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എല്ലാം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ സൂചിപ്പിക്കുന്നു. സോ ഇതാണ് കറണ്ടിൻ്റെ ഇതാണ് വോൾട്ടേജിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൽ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന ആംഗിൾ ഉണ്ട് എന്ന കാര്യം കൺഫേം ചെയ്യുക, റൈറ്റ്? അടുത്ത ഫേസർ ഗ്രാഫിക്കൽ സൊല്യൂഷനോട് കിടക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ സ്വന്തം വോൾട്ടേജിൻ്റെ ഗ്രാഫ് എന്ന് പറയുക. കറണ്ട് പുറകിൽ നിന്നല്ല, കറണ്ട് പുറകിൽ നിന്നാണ് തുടങ്ങുന്നത്. കറണ്ടിൻ്റെ ഗ്രാഫ് ഈ ഡോട്ട് കളറിൽ കാണിക്കുന്നത്. ഫൈൻ. അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കുക. വോൾട്ടേജ് എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് കറണ്ട് എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത്. വോൾട്ടേജ് 0 അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് കറണ്ട് 0 അറ്റൈൻ ചെയ്യുന്നത്. വോൾട്ടേജ് നെഗറ്റീവ് എക്സ്ട്രീം അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് കറണ്ട് നെഗറ്റീവ് എക്സ്ട്രീം അറ്റൈൻ ചെയ്യുന്നത്. സോ രണ്ടും രണ്ട് സമയത്താണ്. അഥവാ വോൾട്ടേജ് ലീഡ് ചെയ്യുകയാണ്, കറണ്ട് ലാഗ് ചെയ്യുകയാണ്. ഫൈൻ. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡെറിവേഷൻ. അതിൻ്റെ ഫേസർ ഡയഗ്രാം, അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷനും കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് നടത്തി. വി നോട്ട് ബൈ എൽ ഒമേഗയ്ക്ക് വരെ നമ്മൾ ഐ നോട്ട് കൊടുത്തില്ലടാ, കൊടുത്തു. അപ്പോൾ വി നോട്ട് ബൈ ഐ നോട്ട് ഈക്വൽ എന്ത് കൊടുക്കാം? എൽ ഒമേഗ എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അഥവാ എക്സ് എൽ എന്ന് പറയുന്നത്. എക്സ് എൽ ഈക്വൽ ടു എൽ ഒമേഗ അഥവാ എൽ ഇൻറ്റു 2πf. ഇത് പഠിച്ചു വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ദ എഫക്റ്റീവ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ ടു ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇൻഡക്ടർ എ സിക്ക് കൊടുക്കുന്ന പ്രതിരോധത്തിനെയാണ്, ഒപ്പോസിഷനെയാണ് എന്ത് പറയുക? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുക. പഠിക്കുക, വെരി 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 ഇമ്പോർട്ടൻറ്റ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്തലോട്ട് കടന്നാലോ? നെക്സ്റ്റ് വൺ, എ സി അപ്ലൈ ടു എ കപ്പാസിറ്റർ ആണ് അടുത്ത ഡെറിവേഷൻ. എല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. സോ ഇത്രയും വർഷങ്ങളിൽ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ. സോ ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ. അതിൻ്റെ കപ്പാസിറ്റൻസ് സി ആണ്, എ സി സപ്ലൈ വോൾട്ടേജ് ആണ്, ഐ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഡെറിവേഷൻ വളരെ ലളിതമാണ്, ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തം ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് വി നോട്ട് സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? 1 ആയിട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് മറ്റൊരു ഇക്വേഷൻ അറിയാം, Q ഈക്വൽ ടു സി വി. ഇക്വേഷൻ നമ്പർ 2. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടില്ലേ? തീർച്ചയായും കിട്ടും. ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി വി. ഇക്വേഷൻ നമ്പർ 3. ഡി ക്യൂ ബൈ ഡി ടി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. കറണ്ട് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വിക്ക് പകരം വി നോട്ട് സൈൻ ഒമേഗ ടി കൊടുത്തു. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മാത്രം മതി. കറണ്ടിൻ്റെ എക്സ്പ്രഷൻ വളരെ സിമ്പിളായിട്ട് കിട്ടും. സോ ഗൈസ്, ഐ അഥവാ കറണ്ട് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി വി നോട്ട് സൈൻ ഒമേഗ ടി അല്ലെ കോൺസ്റ്റന്റ് ടേംസിനെ ഡിഫറൻസിയേഷൻ പുറത്തെടുക്കുന്നു. സോ ശ്രദ്ധിക്കടാ, സി വി നോട്ട് പുറത്തു പോയി, ബാക്കി ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 5 ആണ്.
സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് മക്കളെ കിട്ടുക? ഐ ഈക്വൽ ടു സി വി നോട്ട്. സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗയാണ്. കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ഇക്വേഷൻ നമ്പർ 6 ആണ്. ഒമേഗനെ കോമൺലി പുറത്തെടുക്കുകയാണ്. സോ ഐ ഈക്വൽ ടു സി വി നോട്ട് ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നമ്മൾ റീപ്ലേസ്മെൻറ്റുകളിലോട്ട് കിടക്കുവാണ്. ശ്രദ്ധിക്കട, എല്ലാവർക്കും അറിയണം സി വി നോട്ട് ഒമേഗ എന്ന് പറഞ്ഞാൽ ഐ നോട്ട് ആണ്. അതുപോലെ തന്നെ കോസ് ഒമേഗ ടിക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? സൈൻ 90 പ്ലസ് തീറ്റ അല്ലേ. സോ സൈൻ ഒമേഗ ടി പ്ലസ് π/2 എന്ന രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ അങ്ങനെ റീപ്ലേസ് ചെയ്താൽ ഫൈനൽ ആൻസർ എന്താ മക്കളെ കിട്ടുക? ഐ ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് π/2. സൈൻ ഒമേഗ ടി പ്ലസ് π/2. ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഒരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ടിൻ്റെ ഫൈനൽ ഇക്വേഷനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 8 എന്ന് പറയാം. ഓൾ സെറ്റ്. സോ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്. കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ എത്രയാണ് മക്കൾ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേ. കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി പ്ലസ് π/2 ആണ്. സോ ഇൻ എ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, ഒരു പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നു. കറണ്ടാണ് ഇവിടെ മുന്നിൽ, കാരണം കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി പ്ലസ് π/2 ആണ്. സോ കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2 എന്ന കാര്യം മനസ്സിലാക്കാം. വെരി 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 ഇമ്പോർട്ടൻറ്റ് പരീക്ഷകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം, നമുക്ക് നമ്മുടെ സ്വന്തം ഗ്രാഫും ഫേസർ ഡയഗ്രാമും കൂടി പഠിച്ചു വയ്ക്കാം. നിസ്സാരമാണ്, സംശയമൊന്നും വേണ്ട. സോ ഇതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജിൻ്റെ മുന്നിലാണ് ആരുള്ളത്? കറണ്ട് ഉള്ളത്. 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ് കേട്ടോ. വോൾട്ടേജിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി ആണ്. കറണ്ടിൻ്റെ ഒമേഗ ടി പ്ലസ് π/2 ആണ്. സോ കറണ്ട് ഈസ് ലീഡിങ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ π/2. സോ ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുക. അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. അടുത്തത് നമ്മുടെ സ്വന്തം കറണ്ടിൻ്റെ ഫേസ് എന്താ പറയുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐ നോട്ട് സൈൻ ഒമേഗ ടി. വോൾട്ടേജിൻ്റെ ആകുമ്പോൾ വി നോട്ട് സൈൻ ഒമേഗ ടി. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ്. വെറും ഐ നോട്ട് സൈൻ ഒമേഗ ടി അല്ല, ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് π/2 ആണ് കറണ്ടിൻ്റെ. വോൾട്ടേജിൻ്റെ വി നോട്ട് സൈൻ ഒമേഗ ടി. ഇനി ഗ്രാഫിലോട്ട് കടന്നാലോ, വോൾട്ടേജിനെ നീല നിറത്തിൽ കാണുന്നതാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ കറണ്ട് ലീഡ് ചെയ്യുകയല്ലേ. കറണ്ടിൻ്റെ ഗ്രാഫ് നേരെ മുകളിൽ നിന്ന് വരയ്ക്കണം കേട്ടോ. കറണ്ടിൻ്റെ ഗ്രാഫ് നേരെ മുകളിൽ നിന്ന് വരയ്ക്കണം. കൃത്യമായിട്ട് ഇത് രണ്ടും കൂടി പഠിച്ചു വയ്ക്കുക. ബെറ്റർ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. രണ്ടും വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടി പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം. നമ്മൾ അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് നടത്തി, അഥവാ സി വി നോട്ട് ഒമേഗയ്ക്ക് പകരം ഐ നോട്ട് കൊടുത്തു എങ്കിൽ വി നോട്ട് ബൈ ഐ നോട്ട് ഈക്വൽ ടു എന്ത് കിട്ടും? 1/c ഒമേഗ എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. 1/c ഒമേഗയാണ് എക്സ് സി അഥവാ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ എക്സ് സി ഈക്വൽ ടു 1/c ഒമേഗ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു 2πf. ഇത് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ദ എഫക്റ്റീവ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ടു ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു കപ്പാസിറ്റർ എ സിക്ക് കൊടുക്കുന്ന ഒപ്പോസിഷനെയാണ് എന്ത് പറയുക? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുക. അതാണ് എക്സ് സി എന്ന് പറയുന്നത്. കൃത്യമായി പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. അടുത്ത ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇംപിഡൻസ് ഓഫ് എ സീരീസ് LCR സർക്യൂട്ട്. ഇംപിഡൻസ് ആണ് അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷകളിൽ പലകുറി ചോദിച്ച, ഇനിയും ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഡെറിവേഷനാണ് ഇംപിഡൻസ് എന്ന് പറയുക. 3 മാർക്കിൻ്റെ ഉറപ്പിച്ച ചോദ്യമാണ് ഇംപിഡൻസ്. പഠിക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ്. സോ ഇതൊരു സീരീസ് LCR സർക്യൂട്ട് എ സിക്ക് കൊടുക്കുന്ന ഒപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ് എന്ന് പറയുക. റെസിസ്റ്റീവ് സർക്യൂട്ട് എ സിക്ക് കൊടുക്കുന്ന ഒപ്പോസിഷനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. നമ്മുടെ കപ്പാസിറ്റീവ് സർക്യൂട്ട് എ സിക്ക് കൊടുക്കുന്ന ഒപ്പോസിഷനാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുക. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് എ സിക്ക് കൊടുക്കുന്ന ഒപ്പോസിഷൻ ആയിരുന്നു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. സിമിലർ വേ ഒരു സീരീസ് LCR സർക്യൂട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് കൊടുക്കുന്ന പ്രതിരോധത്തിനെയാണ്, ഒപ്പോസിഷനെയാണ് എന്ത് പറയുക? ഇംപിഡൻസ് എന്ന് പറയുക. അതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. നമ്മളിതിനെ ഫേസർ ഡയഗ്രാം സൊല്യൂഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സോ തുടങ്ങുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജിൽ നിന്നാണ്. എന്താണ്? വി നോട്ട് സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. അടുത്തത് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എല്ലാവരും ശ്രദ്ധിച്ചോ. ഐ ഈക്വൽ ടു, എല്ലാവരും ശ്രദ്ധിക്കണേ, ഐ ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് 5. കറണ്ടിൻ്റെ എക്സ്പ്രഷനിൽ ഒരു +5 കൂടി കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് 5 എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതുക. 5 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമുക്ക് നോക്കാം. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് VR0 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു I0R. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 3. സിമിലർ വേ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ് അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? VL0 കൊടുക്കാം. ദാറ്റ് ഈസ് I0XL എന്ന് കൊടുക്കാം. I0XL. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം 4.
ഇക്വേഷൻ നമ്പർ 4. അടിപൊളിയായിട്ട് മനസ്സിലായില്ല, യാതൊരുവിധ സംശയമില്ലല്ലോ. സിമിലർ വേ. നെക്സ്റ്റ് വൺ. അടുത്തത് ശ്രദ്ധിച്ചോ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. അടുത്ത കപ്പാസിറ്ററിൻ്റെ പീക്ക് വാല്യൂ ആണ് നമ്മൾ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. അതിനെങ്ങനെ കൊടുക്കാം? വി സി നോട്ട് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ നോട്ട് എക്സ് സി, ഇക്വേഷൻ നമ്പർ 5. ഐ നോട്ട് എക്സ് സി, ഇക്വേഷൻ നമ്പർ 5. ഒരു സംശയമില്ല, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് കടന്നാലോ. ഇതാണ് അതിൻ്റെ കമ്പൈൻഡ് ഫേസർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് കറണ്ട്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും കറണ്ടും സെയിം ഫേസിലായിരിക്കും. കാരണം പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലല്ലേ. സോ അതിനാൽ തന്നെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. അതേ ഫേസ് ആംഗിൾ ഒമേഗ ടി പ്ലസ് 5. കറണ്ടിൻ്റെ അതേ ഫേസ് ആംഗിൾ ആയിരിക്കും വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിന് ഉണ്ടാവുക, സംശയം വേണ്ട. അടുത്തത് കപ്പാസിറ്ററിൻ്റെ കേസിൽ എന്താണ്? കറണ്ട് ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു. കറണ്ട് മുന്നിലാണ്, വോൾട്ടേജ് പുറകിലാണ്. ഇൻഡക്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ്? കറണ്ട് ലാഗ് ചെയ്യുകയാണ്, വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുക. വി എൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ്. സോ ഇൻഡക്ടറിന് അക്രോസ് ആയി വോൾട്ടേജ് കറണ്ടിൽ ലീഡ് ചെയ്യുകയാണ്. ഒരു ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി സി എന്ന് പറഞ്ഞാൽ വി എല്ലിനേക്കാളും കൂടുതലാണ്. അത് നിങ്ങളെല്ലാവരും തിരിച്ചറിയുക. ദാറ്റ് ഈസ് വി സി ഈസ് ഗ്രേറ്റർ ദാൻ വി എൽ. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇവയുടെയൊക്കെ മാഗ്നിറ്റ്യൂഡ് കൂടി ഒന്ന് വരച്ച് വെക്കാം. അതും പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. വി സിയുടെ നീളമാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? വി സിയുടെ നീളം അഥവാ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സി നോട്ട്. വി സിയുടെ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? വി സി നോട്ട് ആയിരിക്കും. അടുത്ത വി എല്ലിൻ്റെ നീളം നമുക്ക് മാർക്ക് ചെയ്താലോ. വി എല്ലിൻ്റെ നീളം അതെന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? അതിൻ്റെ പീക്ക് വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും. സോ വി എല്ലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ വി എൽ നോട്ടിന് ഇക്വലൻ്റ് ആയിരിക്കും. വി എൽ നോട്ടിന് ഇക്വലൻ്റ് ആയിരിക്കും കേട്ടോ. അത് വി സി നോട്ടും ഇത് വി എൽ നോട്ടും ആണ്. രണ്ടും ഒരുപോലെയല്ല, എല്ലും സിയും ഒരുപോലെ തോന്നാം, പക്ഷെ രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അടുത്ത ഈ പറയുന്ന വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററിന് വി ആർ നോട്ട് ആയിരിക്കും അതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതുകൂടി മാർക്ക് ചെയ്യുന്നു. വി ആർ നോട്ട്. സെറ്റല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇവ എങ്ങനെ കമ്പൈൻ ചെയ്യാം എന്ന കാര്യത്തിലോട്ട് കിടക്കാം. സിമ്പിളാണ്. ഞാൻ എപ്പോഴും ഒരു വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എക്സാമ്പിളായിട്ട് പറയാറുള്ളത്. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു, ശ്രദ്ധിക്കടാ. യെസ്, ഇത് എ എന്ന് പറയുന്ന വെക്ടർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ എടുക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. സോ ഇവ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ടൻ വെക്ടർ കിട്ടില്ലേ? ഇതാണ് റിസൾട്ടൻ വെക്ടർ. അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങോട്ടായിരിക്കും? അവൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിൽ ഏറ്റവും വലിയ വെക്ടർ ഏതാണോ അതിൻ്റെ ഡയറക്ഷനിലാണ്. സോ എ വെക്ടറിനാണ് വലുത്, അതേ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ വെക്ടർ. അവൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നത് തുല്യമായിരിക്കും. സോ 5 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയമില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സിന് എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാം. വി എല്ലും വി സിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ റിസൾട്ടൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ വലുതിൻ്റെ ഡയറക്ഷനിലായിരിക്കും. വലുതെന്ന് പറഞ്ഞാൽ വി സി അല്ലേ. സോ വി സിയുടെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ വെക്ടർ എന്ന് പറയുക. റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതിന് തുല്യമാണ്. വലുതെന്ന് പറഞ്ഞാൽ വി സി അല്ലേ. സോ വി സിയുടെ മാഗ്നിറ്റ്യൂഡായ വി സി നോട്ടിൽ നിന്ന് വി എൽ നോട്ട് കുറയ്ക്കുന്നതിന് തുല്യമായിരിക്കും റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. സോ റിസൾട്ടൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് മക്കളെ? വി സി നോട്ട് മൈനസ് വി എൽ നോട്ട് ആയിരിക്കും. മനസ്സിരുത്തി പഠിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, സോ അത് നമ്മൾ ഇവിടെ റിസോൾവ് ചെയ്തിരിക്കുന്നു. നോക്കണം, ഇതാണ് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. അതെന്താണെന്നാണ് പറഞ്ഞത്? വി സി നോട്ട് മൈനസ് വി എൽ നോട്ട് അല്ലേ. അതുകൂടി ഞാൻ എഴുതി വെക്കാം, ശ്രദ്ധിക്കണം. വി സി നോട്ട് മൈനസ് വി എൽ നോട്ട്, അതാണ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി സി നോട്ട് മൈനസ് വി എൽ നോട്ട്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓക്കെ, വി ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി ആർ നോട്ടാണ്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി സി നോട്ട് മൈനസ് വി എൽ നോട്ടാണ്. ഇതാണ് റിസൾട്ടൻ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ, ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആണ് വി എന്ന് പറയുന്നത്. വി ആറിൻ്റെയും വി സി പ്ലസ് വി എല്ലിൻ്റെയും റിസൾട്ടൻ്റ് ആണ് വി എന്ന് പറയുന്നത്. അതിൻ്റെ നീളം എത്രയാണ്? വി നോട്ട് ആയിരിക്കും. അതിൻ്റെ ഫേസ് ആംഗിൾ എത്രയായിരിക്കും? ഒമേഗ ടി ആയിരിക്കും. ഇൻസ്റ്റൻറ്റീനിയസ് വോൾട്ടേജ്, അതിൻ്റെ ഫേസ് ആംഗിൾ ഒമേഗ ടി എൽ ഓൾറെഡി തുടക്കത്തിൽ എഴുതി. സോ ഇവൻ്റെയും റിസൾട്ടൻ്റ് ആണ് വി എന്ന് പറയുന്നത്. അവൻ്റെ നീളം എന്ന് പറഞ്ഞാൽ വി നോട്ടിന് ഇക്വലൻ്റ് ആയിരിക്കും. റൈറ്റ്, ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളാണ് അടുത്തായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈത്തഗോറസ് തിയറം, ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്, സംശയം വേണ്ട. ഇവിടെ ഹൈപ്പോടെന്യൂസ് എന്തായാലും വി നോട്ട് അല്ലേ. സോ വി നോട്ട് സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്താണ് മക്കളെ? വി ആർ നോട്ട് ആയിട്ട് കൊടുക്കാം. വി ആർ നോട്ട് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? വി സി നോട്ട് മൈനസ് വി എൽ നോട്ട് ആണ്. പല സ്കൂളുകളിലും വി എൽ നോട്ട് മൈനസ് വി സി നോട്ടൊക്കെ പറയാറുണ്ട്. സോ ഇതാണ് NCERT ഫോളോ ചെയ്യുന്നത്. ഇത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കാവേ. ഇത് ഇക്വേഷൻ നമ്പർ 7 ആണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന റീപ്ലേസ്മെൻറ്റുകളാണ്. വി ആർ നോട്ടിന് പകരം
ഐ നോട്ട് ആർ എന്ന് കൊടുക്കാം. വി സി നോട്ടിന് പകരം ഐ നോട്ട് എക്സ് സി എന്ന് കൊടുക്കാം. വി എൽ നോട്ടിന് പകരം ഐ നോട്ട് എക്സ് എൽ എന്ന് കൊടുക്കാം. റീപ്ലേസ് ചെയ്യട്ടെ. സോ വി നോട്ട് സ്ക്വയർ ഈക്വൽ ടു വി ആർ നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് വി സി നോട്ടിന് വി ആർ നോട്ടിന് വരെ നമുക്ക് റീപ്ലേസ് ചെയ്യാമല്ലോടാ. നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഐ നോട്ട് ആർ ഹോൾ സ്ക്വയർ പ്ലസ് വി സി നോട്ട് മൈനസ് വി എൽ നോട്ടിന് പകരം ഐ നോട്ട് എക്സ് സി മൈനസ് ഐ നോട്ട് എക്സ് എൽ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൂട്ട് എടുത്താലോ? നമുക്ക് റൂട്ട് എടുക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. വി നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് റൂട്ട് എടുക്കണം, തീർച്ചയായും എടുക്കണം. സോ വി നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരടാ? ഐ നോട്ട് ആർ ഹോൾ സ്ക്വയർ പ്ലസ് ഐ നോട്ട് എക്സ് സി മൈനസ് ഐ നോട്ട് എക്സ് എൽ ഹോൾ സ്ക്വയർ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ. ഐ നോട്ട് കോമൺലി പുറത്തെടുക്കുകയാണ്. സോ വി നോട്ട് ഈക്വൽ ടു ഐ നോട്ട് സ്ക്വയർ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 9 ആണ് ഇത്. ഇക്വേഷൻ നമ്പർ 10 ആണ് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കടാ. വി നോട്ട് ബൈ ഐ നോട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. വി നോട്ട് ബൈ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ഇസഡ് അഥവാ ഇമ്പിഡൻസ് ആണ്, ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 11 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 12. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയമില്ലല്ലോ. ഇതാണ് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന പരീക്ഷകളിൽ ചോദിക്കുന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷനാണ്. 3 മാർക്കിന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ചോദ്യമാണ്. പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻ്റ്. അടുത്തലോട്ട് കടന്നാലോ? അടുത്തലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കണം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് പവർ ഓഫ് സീരീസ് എൽ സി ആർ സർക്യൂട്ട്. ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ പവർ ആണ് നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, വി ആർ ഗോണ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പവർ. പവർ ഡിറൈവ് ചെയ്ത് അതിൽ നിന്ന് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെയും ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെയും പവർ കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിലോട്ട് കടന്നാലോ? എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഗൈസ്, പവർ ഇൻ എ സീരീസ് എൽ സി ആർ സർക്യൂട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് വി നോട്ട് സൈൻ ഒമേഗ ടി. കറണ്ട് ഐ ഈക്വൽ ടു ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതാണ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ. സംശയമില്ലല്ലോ? യാതൊരുവിധ സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ അത് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് പവർ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് വി ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വി നോട്ട് സൈൻ ഒമേഗ ടി ഇൻറ്റു ഐ എന്താണ്? ഐ നോട്ട് സൈൻ ഒമേഗ ടി പ്ലസ് 5 ആ കൊടുക്കുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. വി നോട്ട് ഐ നോട്ടിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. സോ പി ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ അല്ലേ? ഇത് ഞാൻ സെപ്പറേറ്റ്ലി ഒരു ബ്രാക്കറ്റിനകത്ത് ഇടുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാ. ഇത് ആക്ച്വലി ഏത് ഫോമാറ്റിൽ കിടക്കും നോക്കടാ? സൈൻ എ ഇൻറ്റു സൈൻ ബി. എന്താ മക്കളെ സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ അല്ല കോസ് ആണ്. 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോ, പഠിച്ചു വെച്ചോ. 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് അത് റീപ്ലേസ് ചെയ്തല്ലോ. വാടാ നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ പി ഈക്വൽ ടു നോക്കടാ, വി നോട്ട് ഐ നോട്ട് അല്ലേ? അപ്പോൾ വി നോട്ട് ഐ നോട്ട് അതുപോലെ തന്നെ എഴുതി. വി നോട്ട് ഐ നോട്ട് പിന്നെ ബാക്കിയുള്ളതിന് പകരം 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി. എയുടെ സ്ഥാനത്ത് ഒമേഗ ടി അല്ലേ? സോ ഒമേഗ ടി മൈനസ് ഒമേഗ ടി പ്ലസ് 5. അടുത്ത് മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. സോ ഒമേഗ ടി പ്ലസ് ഒമേഗ ടി പ്ലസ് 5. ദാറ്റ്സ് ഇറ്റ്. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 5. അടിപൊളിയായിട്ട് മനസ്സിലായില്ല? സംശയമൊന്നുമില്ലല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഈ ലാസ്റ്റ് ബ്രാക്കറ്റിന് വരെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ആക്കാവേ. സ്ക്വയർ ബ്രാക്കറ്റ് റെഡി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5. ഇനി മൈനസ് സൈൻ അകത്തോട്ട് ഇടുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. പി ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുന്നു. ഇൻറ്റു 1/2 ഡിവൈഡ് ബൈ 2 കൊടുക്കുന്നു. കോസ് ഓഫ് ഒമേഗ ടി മൈനസ് ഒമേഗ ടി മൈനസ് 5 എന്ന് വരും. മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി 2 ഒമേഗ ടി പ്ലസ് 5 എന്ന് വരും. റെഡി. ഇക്വേഷൻ നമ്പർ 6. കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യട്ടെ. ഇവിടെ ഏതൊക്കെയാണ് മക്കളെ കോമൺ ടേംസ് എന്ന് പറഞ്ഞാൽ? മൈനസ് ഒമേഗ ടീം പ്ലസ് ഒമേഗ ടീം ക്യാൻസൽ ചെയ്തു. വേറെ ഒന്നും ചെയ്യാനില്ല. സോ പി ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ 2
cos of -5 minus cos 2 omega t plus 5. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 7 ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആവറേജ് വാല്യൂ എടുക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. സോ പി ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ 2 കോസ് 5 മൈനസ് കോസ് 2 ഒമേഗ ടി പ്ലസ് 5. ദാറ്റ്സ് ഇറ്റ്. ഇക്വേഷൻ നമ്പർ 8. ഇനി ആവറേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 5 ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ കോസ് 5 കംപ്ലീറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വി നോട്ടും ഐ നോട്ടും 2ഉം കോൺസ്റ്റൻ്റ്. സോ ഈ ടേമുകളെല്ലാം കോൺസ്റ്റൻസ് ആണ്. പക്ഷേ ഇതൊരു കൊസൈൻ ഫംഗ്ഷൻ അല്ലേ? ഒമേഗ ടി പ്ലസ് 5 അത് കൊസൈൻ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0 ആയിരിക്കും. ഒരു കൊസൈൻ ഫംഗ്ഷൻ്റെ ആവറേജ് എടുത്താൽ 0 ആണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് അല്ലേ? സോ ആവറേജ് വിൽ ബി ഈക്വൽ ടു 0. ഫൈൻ. പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ ടേമുകളൊന്നും 0 ആവില്ല, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഇനി നമുക്ക് ആവറേജ് പവർ കണ്ടുപിടിക്കാം. സോ ആവറേജ് പവർ ഈക്വൽ ടു ശ്രദ്ധിക്കടാ, വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ 2 വി നോട്ട് ഐ നോട്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 5 ആണ് എഴുതുക കേട്ടോ. സോ പി ആവറേജ് ഈക്വൽ ടു വി നോട്ട് ഐ നോട്ട് ബൈ 2 അല്ല, അതിനെങ്ങനെ എഴുതാം? വി നോട്ട് ബൈ √2 ഇൻറ്റു ഐ നോട്ട് ബൈ √2 ഇൻറ്റു കോസ് 5 എന്ന് കൊടുക്കാം. പി ആവറേജ് ഈക്വൽ വി നോട്ട് ബൈ √2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വി ആർ എം എസ് ആണ്. ഐ നോട്ട് ബൈ √2 എന്ന് പറഞ്ഞാൽ ഐ ആർ എം എസ് ആണ് ഇൻറ്റു കോസ് 5. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇതാണ് ആവറേജ് പവറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുക. പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയിൽ പല കുറി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സീരീസ് LCR സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ. ഓക്കെ, ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചില്ലെങ്കിൽ പോലും ഇതിൽ നിന്ന് ബാക്കിയുള്ള സർക്യൂട്ടുകളുടെ ആവറേജ് പവർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 9, ഇത് 10, ഇത് 11 ആയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള സർക്യൂട്ടുകളുടെ ആവറേജ് പവർ കണ്ടുപിടിക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. സോ ആദ്യം നമുക്ക് റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കാം. ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ. റൈറ്റ്, റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും എന്താണ്? സെയിം ഫേസിലായിരിക്കും. സോ ഫേസ് ഡിഫറൻസ് എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം പി ആവറേജ്, ജനറൽ ഇക്വേഷൻ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 5 ആണ്. 5യുടെ വാല്യൂ 0 അല്ലേ? സോ പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ആവറേജ് പവർ ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ്. ഇതാണ് ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇൻഡക്റ്റർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും രണ്ടിൻ്റെ കേസ് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, ഇൻഡക്റ്ററും കപ്പാസിറ്ററുമാണ് അടുത്ത് സെറ്റാക്കാൻ പോകുന്നത്. അവയുടെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇൻഡക്റ്ററിനകത്ത് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ്, കപ്പാസിറ്ററിനകത്ത് കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ്. രണ്ട് സാഹചര്യത്തിലും ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി അല്ലേ? സോ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ അറിയാലോ, പി ആവറേജ് ഈക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു എന്ത് വരും? കോസ് 90. കോസ് 90 0 അല്ലേ? സോ ആവറേജ് പവർ എന്തായിരിക്കും? മൊട്ടയായിരിക്കും. ആവറേജ് പവർ വിൽ ബി 0. അഥവാ ഒരു പ്യോർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും കപ്പാസിറ്റീവ് സർക്യൂട്ടിലും ആവറേജ് പവർ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. കൃത്യമായി പഠിച്ചു വെച്ചോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ചോദ്യം, എ സിയുമായി ബന്ധപ്പെട്ട അവസാന ചോദ്യത്തിലൂടെ കിടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ് ഓഫ് സീരീസ് LCR സർക്യൂട്ട്? റെസൊണൻസ് കണ്ടീഷൻ ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കുക. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XC ഈക്വൽ ടു XL ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം. റെസൊണൻസ് കണ്ടീഷനിലോട്ട് കടക്കാം. സോ ഡീറ്റെയിൽ ആയി തന്നെ പറയാം. സോ I naught ഈക്വൽ ടു V naught ബൈ Z ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ കാര്യമാണ്. സോ I naught ഈക്വൽ ടു V naught ബൈ Z പകരം എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് R² പ്ലസ് XC മൈനസ് XL ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. എപ്പോഴാണ് കറണ്ട് മാക്സിമം ആവുക? കറണ്ട് മാക്സിമം ആവണമെങ്കിൽ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കണം. ഇമ്പിഡൻസ് മിനിമം ആയിരിക്കണമെങ്കിൽ ഈ XC മൈനസ് XL എന്താവണം? 0 ആവണം. അപ്പോൾ XC മൈനസ് XL 0 ആവുമ്പോഴാണ് ഇമ്പിഡൻസ് മിനിമം ആവുക. അപ്പോഴാണ് കറണ്ട് മാക്സിമം ആവുക. ദാറ്റ് ഈസ് XC ഷുഡ് ബി ഈക്വൽ ടു XL. ഈ സാഹചര്യത്തിലാണ് കറണ്ട് മാക്സിമം ആവുക. അത് മനസ്സിലാക്കുക. സോ XC മൈനസ് XL 0 ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രഷൻ എഴുതാം? I naught ഈക്വൽ ടു V naught ബൈ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? റൂട്ട് ഓഫ് R² മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു I naught ഈക്വൽ ടു V naught ബൈ R ആയിരിക്കും. ശരിയല്ലേ? റൂട്ട് ഓഫ് R² എന്ന് പറഞ്ഞാൽ R ആണ്. സോ ഒരു റെസൊണൻസ് കണ്ടീഷനിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയിരിക്കും. ആ സമയത്ത് ഒരു സീരീസ് LCR സർക്യൂട്ട് ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ടാണ് ബിഹേവ് ചെയ്യുക. ഇത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഒരു സീരീസ് LCR സർക്യൂട്ട് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ഇത് പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട്.
ഓക്കെ, ഇനി നമുക്കതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കണം, റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ അല്ലേ? സോ XL ഈക്വൽ ടു XC ആണ്. XLന് പകരം L ഒമേഗ എന്ന് കൊടുക്കാം, XCക്ക് പകരം 1/C ഒമേഗ എന്ന് കൊടുക്കാം. അടുത്തത് ഒമേഗയ്ക്ക് ഒരു സൈഡ് ഉണ്ട്, സോ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC ആണ്. ദാറ്റ് ഈസ് ഒമേഗയ്ക്ക് കണ്ടുപിടിക്കാം, റൂട്ട് എടുത്താൽ മതി അല്ലേ? സോ ഒമേഗ ഈക്വൽ ടു 1/√LC ആണ്. ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2πf എന്ന് റീപ്ലേസ് ചെയ്യാലോ, ശ്രദ്ധിക്കണം. സോ 2πf ഈക്വൽ ടു 1/√LC ആണ്. സോ ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π√LC ആണ്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ കൃത്യമായി കിട്ടിയില്ലേ? ഒരു തരി സംശയമില്ലല്ലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റെസൊണൻസ് കണ്ടീഷനിൽ ഈ പറയുന്ന സീരീസ് LCR സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുക? അപ്പോൾ അതിൻ്റെ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? φ = 0 ഡിഗ്രി ആയിരിക്കും, കാരണം റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ. അപ്പോൾ പവർ ഫാക്ടർ cos φ എന്തായിരിക്കും? cos 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ഇമ്പിഡൻസ് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിരിക്കും. ആവറേജ് പവർ എന്തായിരിക്കും? P ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു cos 0. cos 0 1 അല്ലേ? സോ ആവറേജ് പവർ വിൽ ബി ഈക്വൽ ടു VRMS ഇൻറ്റു IRMS. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ റെസൊണൻസ് കണ്ടീഷനിലുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുന്നു, AC നമുക്ക് സെറ്റാക്കിയിരിക്കുന്നു. ഇനി ഇതിന് പുറമെ പല കുട്ടികൾക്കും സാറേ നമുക്ക് ആ പറയുന്ന ട്രാൻസ്ഫോമർ ഓറിയൻറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന സംശയം അല്ലെങ്കിൽ എന്നൊരു ആവശ്യം പല കുട്ടികളും പറയാറുണ്ട്. സോ അതുകൂടി നമ്മൾ എന്താക്കാം? സെറ്റാക്കാം. ട്രാൻസ്ഫോമർ ഓറിയൻറ്റഡ് ആയ കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അത് ഡെറിവേഷനായിട്ട് പൊതുവേ പരീക്ഷകളിൽ ചോദിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ഈ പറയുന്ന NS/NP ഈക്വൽ ടു VS/VP എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് വരുന്നത്? അത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ? നമുക്ക് സിംപ്ലി നോക്കാം, ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് VP ഈക്വൽ ടു -NP ഇൻറ്റു dφ/dt. ഈ ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് എവിടെ നിന്ന് വന്നു എന്ന കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം E ഈക്വൽ ടു -N ഇൻറ്റു dφ/dt എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ശരിയല്ലേ? ഓക്കെ, സ്നെൽസ് ലോ ഓറിയൻറ്റഡ് ആയ ഒരു ഇക്വേഷൻ ആണ്. സോ അതേ കാര്യം തന്നെയാണ് EMFന് വരാൻ വോൾട്ടേജ്, പ്രൈമറി വോൾട്ടേജ്, നമ്പർ ഓഫ് ടേൺസ് നമുക്ക് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, NP ഇൻറ്റു dφ/dt. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സിമിലർ വേ VS ഈക്വൽ ടു എന്ത് എഴുതാം? -NS ഇൻറ്റു dφ/dt. ഇക്വേഷൻ നമ്പർ എത്രയായിട്ട് കൊടുക്കാം? 2 ആയിട്ട് കൊടുക്കാം. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? രണ്ടും കൂടി നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തല്ലോ, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. സോ VS/VP ഈക്വൽ ടു -NS ഇൻറ്റു dφ/dt ഡിവൈഡഡ് ബൈ -NP ഇൻറ്റു എന്ത് എഴുതാം? dφ/dt. റെഡി അല്ലേ? ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം? dφ/dt മൈനസ്. സോ ഗൈസ് വി ഗോട്ട് ദ ഫൈനൽ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. ബാക്കിയുള്ള രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് VS/VP ഈക്വൽ ടു NS/NP. അതുകൂടി നമ്മൾ ഡിറൈവ് ചെയ്ത് അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? യാതൊരുവിധ സംശയമില്ലല്ലോ. ഇനി പലർക്കും അടുത്തൊരു സംശയം, സാറേ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ കൂടി ഒന്ന് പറഞ്ഞു തരാം? തീർച്ചയായും പറഞ്ഞു തരാം, ടെൻഷൻ ഒന്നും വേണ്ട, ശ്രദ്ധിക്കണം. എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ, എഫിഷ്യൻസി ഈക്വൽ ടു എന്താണ്? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്, സംശയം വേണ്ട. സോ എഫിഷ്യൻസി ഈക്വൽ ഔട്ട്പുട്ട് പവർ എന്താണ്? സെക്കൻഡറിയിലല്ലേ? സോ VSIS ഡിവൈഡഡ് ബൈ VPIP ആയിരിക്കും. കാരണം നമുക്കറിയാം പവർ ഈക്വൽ ടു VI ആണ്. സോ സെക്കൻഡറിയിലാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക, സോ VSIS. ഇൻപുട്ട് പ്രൈമറിയിലാണ്, സോ VPIP. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സപ്പോസ് നമ്മുടെ ട്രാൻസ്ഫോമറിന് 100% എഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് എഫിഷ്യൻസിയുടെ ന്യൂമറിക്കൽ വാല്യൂ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇതാണ് ശരിക്കും എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇവിടെ നിർത്താം. നമുക്ക് മറ്റൊരു റിലേഷൻ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഡിറൈവ് ചെയ്യാൻ പോവാണ്. സോ ട്രാൻസ്ഫോമറിന് 100% എഫിഷ്യൻസി ആണെങ്കിൽ എഫിഷ്യൻസിക്ക് 1 കൊടുക്കാം. സോ 1 ഈക്വൽ ടു VSIS ഡിവൈഡഡ് ബൈ VPIP എന്ന് കൊടുക്കാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യട്ടെ, ശ്രദ്ധിക്കടാ. അപ്പോൾ VPIP ഈക്വൽ ടു VSIS വരില്ലേ? VPIP ഈക്വൽ ടു VSIS എന്ന് വരും, ശ്രദ്ധിക്കടാ. അപ്പോൾ VS ഡിവൈഡഡ് ബൈ VP ഈക്വൽ ടു എന്ത് വരും? IP ഡിവൈഡഡ് ബൈ IS എന്ന് വരും. റൈറ്റ്, ഇത് കൂടി ഒന്ന് പഠിച്ചു വെച്ചോട്ടാ. VS/VP ഈക്വൽ ടു IP/IS എന്ന് വരും. പരീക്ഷകളിൽ ചോദിക്കുന്ന മറ്റൊരു റിലേഷനാണ്. സോ ഇവെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസിക് കോമൺ ഇക്വേഷൻ കിട്ടും. NS ഡിവൈഡഡ് ബൈ NP ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ VP ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ IS. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. സോ AC കംപ്ലീറ്റ്ലി നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറം ACക്ക് വേറെ ഡെറിവേഷൻസ് ഒന്നും ചോദിക്കാറില്ല. ഇത് അന്തസ്സായി തന്നെ പഠിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം മക്കളെ. നമ്മൾ അടുത്ത നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനകത്ത് ഒരൊറ്റ ഡെറിവേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. മേ ബി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അതായിരിക്കും ക്വസ്റ്റ്യൻ.
അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം? അതാണ് നമ്മളങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ കൂടെ കൂടിയ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. നമുക്ക് ഇലക്ട്രിക് ഫ്ലെക്സിൽ നിന്ന് തുടങ്ങാം. ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇ എ കോസ് തീറ്റ ആണ്. ഇവിടെ ഏരിയ വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡും നമുക്കറിയാം. ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ദിസ് ഏരിയ വെക്ടർ, ദിസ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഇ എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ഒന്ന് മാറ്റാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ വെച്ചാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. ഇതെവിടെ പഠിച്ചിരിക്കുന്നു? നമ്മൾ പഠിച്ചതാണ്, കപ്പാസിറ്ററിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ സിഗ്മ എന്താണെന്ന് പറയാം. സിഗ്മ എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ക്യൂബ് എ ആണ്. ഇക്വേഷൻ നമ്പർ 3 ആണ്. 3 2-ൽ പുട്ടിക്കുക മക്കളെ. ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുവാടാ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ എപ്സിലോൺ 0 എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4 1 പൊട്ടിക്കേ. ഇക്വേഷൻ നമ്പർ 1 പൊട്ടിക്കേ. ഇക്വേഷൻ നമ്പർ 4 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഈസ് ഈക്വൽ ടു ക്യൂ എ എപ്സിലോൺ 0 എന്ന് കിട്ടി. സംശയമുണ്ടോ? ക്യൂ എ ബൈ എപ്സിലോൺ 0, പിന്നെ ഒരു എയും കൂടെ ഉണ്ട്. നമുക്ക് ഈ എ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ദെൻ രണ്ടിടത്തും ഡെറിവേറ്റീവ് എടുക്കുക. എടുത്തു. ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? d∅dt എന്ന് വരും. d∅dt ഈസ് ഈക്വൽ ടു dq/dt, പിന്നെ ഒരു എപ്സിലോൺ 0 ഉണ്ട്. dq/dt ആണ്. എന്താ മക്കളെ dq/dt എന്ന് വെച്ചാൽ? ദാറ്റ്സ് കറണ്ട്. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം. d∅dt ഈസ് ഈക്വൽ ടു id/epsilon 0, then id is equal to epsilon 0 d∅dt. This is electric flux. Phi is the magnetic flux അല്ല, പിന്നെന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇക്വേഷൻ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. id is equal to എപ്സിലോൺ 0. ഫൈ എന്ന് വെച്ചാൽ ഇ ഇൻറ്റു എ അല്ലേ? എനെ പുറത്താക്കിയാൽ എ de/dt എന്ന് കിട്ടും. de/dt ഇതാണ് അത്ര എക്സ്പ്രഷൻ. ഓക്കെ, അപ്പം മനസ്സിലായി. ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് മൂലമാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇതെന്തിനുണ്ടാക്കും? മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? ഒരു പോയിന്റ് മറ്റൊരു പോയിന്റോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എന്താണ് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ മക്കളെ? അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ചാപ്റ്റർ നമ്പർ 9. റെഡി? നമുക്ക് നോക്കിയാലോ. യെസ്, ഇവിടെ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ R ആൻഡ് F ആണ്. Rഉം F ആയിട്ട് റിലേഷനാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ഫിഗർ എല്ലാവരും പഠിക്കണം. ഒരു കോൺകേവ് മിററാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് F ആണ്. ഫോക്കൽ ലെങ്ത് F ആണ്. അതേപോലെ സെൻറ്റർ ഓഫ് ദി കർവേച്ചർ C ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റേഡിയസ് R ആണ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഒരു പാരലൽ റേ നിങ്ങളുടെ വരയ്ക്കും. ഇവിടെ ഒരു പാരലൽ റേ വരച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. ഒരു പാരലൽ റേ വരയ്ക്കുന്നു. ആഫ്റ്റർ റിഫ്ലക്ഷൻ നമുക്കറിയാം, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് റേ വരച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ നമ്മൾ ഫോക്കസിലൂടെ പോകും. പിന്നീട് ഇവിടെ നിങ്ങൾ റേ ഒപ്റ്റിക്സിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ഉണ്ട്. നമ്മളെടുക്കുന്ന ആംഗിളും നമ്മളെടുക്കുന്ന റേ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിന് വളരെ വളരെ അടുത്തൂടെ പോകാൻ പാടുള്ളൂ, സ്പെറിക്കൽ അബറേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ റേ പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിന് വളരെ 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 എന്തായിരിക്കണം? അടുത്തുകൂടെ ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ മക്കളെ സംഭവിക്കുന്നത്? ഈ ആംഗിളൊക്കെ വളരെ ചെറുതായിരിക്കും. വളരെ വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നൈസായിട്ട് ഇവിടെ എന്ത് വരക്കുന്നൊരു വര ഇങ്ങനെ വരക്കുവാണ്. ശ്രദ്ധിച്ചേ. യെസ്, നമ്മളുടെ വര വരച്ചു. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലെ നമുക്ക് ഈ ഒരു പോയിന്റിനെ N എന്ന് വിളിക്കാം. ആ ഒരു പോയിന്റിലെ നോർമലാണ് വരച്ചിരിക്കുന്നത്. റെഡി അല്ലേടാ മക്കളെ? അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്. എങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? 2θ ആയിരിക്കും അല്ലേ? ഈ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും? 2θ ആയിരിക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്. എങ്കിൽ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരെന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ.
അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് രണ്ടും പാരലൈൻ അല്ലേടാ, ഒരു ലൈൻ കട്ട് ചെയ്യുന്നു, ഈ ആംഗിൾ എന്തായിരിക്കും? ദിസ് ആംഗിൾ ഈസ് 2 തീറ്റ. കാരണം ഈ ആംഗിൾ 2 തീറ്റയാണ്, ഈ ആംഗിൾ 2 തീറ്റയാണ്, എങ്കിൽ ഈ ആംഗിൾ 2 തീറ്റയാണ് ദ ഇസഡ്. ഇനി ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കി, ഇവിടെ റിസൾട്ട് ഞാൻ വരക്കട്ടെ, ഇവിടെ റിസൾട്ട് വരക്കട്ടെ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും, സിമ്പിൾ, ഈ ആംഗിളും തീറ്റ. ഇനി ഒന്നുമില്ല, ഈ രണ്ട് ട്രയാങ്കിൾ, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ, ചോട്ടു ട്രയാങ്കിൾ, ബെഡാ ട്രയാങ്കിൾ, എൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. പ്രിൻസിപ്പൽ ആക്സിന് വളരെ അടുത്തൂടെ വരുന്നത്, അപ്പോൾ എൻ പി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ആംഗിളൊക്കെ വളരെ ചെറുതുമാണ്, അത് ആലോചിക്കണേ. അപ്പോൾ ഒരു രണ്ട് ട്രയാങ്കിൾ എടുക്കുക, കൺസിഡർ ദി ട്രയാങ്കിൾസ്. ഏതൊക്കെയാണ് മക്കളെ ട്രയാങ്കിൾ? ഒന്ന് പറഞ്ഞിടാ. ട്രയാങ്കിൾ എൻ പി എഫ്, ട്രയാങ്കിൾ എൻ പി എഫ് എടുക്കുന്നു. ട്രയാങ്കിൾ എൻ പി എഫ് എടുക്കാൻ നേരത്ത് അതിനകത്ത് നമുക്ക് ടാൻ 2 തീറ്റ പറയാം. ടാൻ 2 തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റായ എൻ പി ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? അഡ്ജസൻ്റ് എഫ് പി ആണ്. ഓക്കെ, ഇനി നമുക്ക് തീറ്റ വളരെ വളരെ ചെറുതാണല്ലേ. തീറ്റ വളരെ ചെറുതായതുകൊണ്ട് ടാൻ 2 തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് 2 തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 തീറ്റ ഈസ് ഈക്വൽ ടു എൻ പി ബൈ മക്കളെ എഫ് പി എന്താടാ? അത് ഫോക്കൽ ലെങ്ത് ആണ്. എഫ് പി എന്താണ്? അത് ഫോക്കൽ ലെങ്ത് ആണ്. എഫ് പി ഫോക്കൽ ലെങ്ത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ എടുത്തേ. കൺസിഡർ ദി നെക്സ്റ്റ് ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ എന്താടാ? എൻ സി പി, ട്രയാങ്കിൾ എൻ സി പി. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ ടാൻ തീറ്റ എടുക്കുവാണേ, മക്കൾ ശ്രദ്ധിക്കടാ. ഈ ട്രയാങ്കിളിനകത്ത് ടാൻ തീറ്റ എടുത്ത് ഓപ്പോസിറ്റായ എൻ പി ബൈ അഡ്ജസൻറ്റ് സി പി ആണ്. അപ്പോൾ രണ്ടിടത്ത് ഓപ്പോസിറ്റ് എൻ ബി ആണല്ലേ, എൻ ബി ബൈ സി പി എന്ന് വന്നു. എന്താ സി പി? റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണ് മക്കളെ സി പി എന്ന് പറയുന്നത്? സി പി ഈസ് ദ റേഡിയസ് ഓഫ് ദി കർവേച്ചർ, R. അപ്പോൾ നമുക്ക് എഴുതാം, തീറ്റ വളരെ വളരെ ചെറുതാണ്, അപ്പോൾ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ, ദെൻ സി പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം അവിടെ? യെസ്, റേഡിയസ് ഓഫ് ദി കർവേച്ചർ. ഈ രണ്ടിടത്ത് മൈനസ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, നമ്മൾ റേഷ്യോ ആണ് എടുക്കാൻ വന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തീറ്റ ഈസ് ഈക്വൽ ടു എൻ പി ബൈ എന്ത് കിട്ടി മക്കളെ? എൻ പി ബൈ ആർ എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇട്ട് കൊടുത്താൽ 1/2 ചെയ്തേ മക്കളെ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ പറഞ്ഞേ. യെസ്, 2 തീറ്റ ബൈ തീറ്റ ഇസ് ഈക്വൽ ടു എൻ പി ബൈ എഫ് ഡിവൈഡഡ് ബൈ എൻ പി ബൈ ആർ. നമുക്ക് എൻ പി വെട്ടിക്കളയാം, തീറ്റ വെട്ടിക്കളയാം, അവസാനം നമുക്ക് എഴുതാം എന്ത് കിട്ടും മക്കളെ? 2 ഇസ് ഈക്വൽ ടു ആർ ബൈ എഫ് അല്ലേടാ മക്കളെ. ദെൻ എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2. ദിസ് ഈസ് ദ ഫൈനൽ എക്സ്പ്രഷൻ, റിലേഷൻ കണക്റ്റിംഗ് റേഡിയസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. റേഡിയസിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത മിറർ ഫോർമുലയാണ്. മിറർ ഫോർമുലയ്ക്കകത്ത് നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് വേണം ഫിഗർ വരയ്ക്കാൻ. ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പാരലായിട്ട്, മുമ്പത്തെ പോലെ തന്നെ പാരലായിട്ട് റേ വരച്ചേടാ, പാരലായിട്ട് റേ വരച്ചേ. ആഫ്റ്റർ റിഫ്ലക്ഷൻ അവൻ ഫോക്കസിലൂടെ പോകുന്ന നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. ദെൻ അടുത്ത റേ വരക്കേണ്ടത് നിങ്ങൾ നേരെ സിയിലോട്ട് വരച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളോട്ട് വരക്കാം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വരക്കാറുണ്ട്. നമുക്ക് നേരെ പിയിലോട്ട് വരക്കാം, എന്തെടുത്താലും കുഴപ്പമില്ല, വാട്ട് എവർ ഇറ്റ് ഈസ് ആൻസർ കിട്ടിയാൽ മതി. പിയിലോട്ട് വരച്ചു, അതേ ആംഗിളിൽ തന്നെ ശ്രദ്ധിക്കണം, അതേ ആംഗിൾ തന്നെ നമ്മൾ തിരിച്ചും വരച്ചു. ഓക്കെ, ദെൻ ഇതാണ് നമ്മളുടെ ഇമേജ്. ഇമേജിനെ ഐ ഡാഷ് എന്ന് വിളിക്കാം. ഒബ്ജക്റ്റ് ഒ ഡാഷ്, ഇമേജ് ഐ ഡാഷ്. സെറ്റല്ലേ? ഇനി ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 2 ജോഡി, 2 പെയർ ഓഫ് സിമിലർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു സിമിലർ ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ എടുക്കുന്ന സിമിലർ ട്രയാങ്കിൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പടം വരയ്ക്കാം, പെയിൻ്റ് അടിക്കാം. ഞാൻ ഒരു മഞ്ഞ പെയിൻ്റ് അടിക്കുവാണെങ്കിൽ മഞ്ഞ കിളിയുടെ പെയിൻ്റ് അടിച്ചു. ഇതൊരു ട്രയാങ്കിൾ. തൊട്ട് താഴെയുള്ള ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണോ അല്ലയോ? അക്കോർഡിംഗ് ടു ലോ ഓഫ് എന്താടാ? റിഫ്ലക്ഷൻ. ഈ ആംഗിളും സെയിം ആണ്. ഈ ആംഗിളും എന്താണ്? സെയിം ആണ്, സ്വാഭാവികം. അപ്പോൾ 2 സിമിലർ ട്രയാങ്കിളാണ് കിട്ടി. ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണ്. യെസ്, നമുക്ക് പറയാം, എന്ത് പറയാം? ട്രയാങ്കിൾ ഒ ഡാഷ് പി, ഒ ഡാഷ് പിയും അതേപോലെ തന്നെ ട്രയാങ്കിൾ ഐ ഡാഷ് പിയും എന്താണ്? ട്രയാങ്കിൾ
ഐ ഡാഷ് പിയും സിമിലർ ആണെന്ന് പറയാം. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും അല്ലേ? ആണല്ലോ. ആദ്യം ഞാൻ എടുക്കുന്ന സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം എടുക്കുന്ന സൈഡ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓ ഡാഷ് ഉണ്ട്, ഐ ഡാഷ് ഉണ്ട്, ഇതൊക്കെ സൈഡാണ്. ഞാൻ ആദ്യം എടുക്കുന്ന സൈഡ് എന്താണെന്ന് അറിയാവോടാ? ഇതിനകത്ത് ഐ ഡാഷ് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡ് എടുത്തു, ഈ ട്രയാങ്കിൾ ഈ സൈഡ് എടുത്തു. ഇഷ്ടമുള്ള എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഞാൻ ഫസ്റ്റ് എടുത്തു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ട്രയാങ്കിളിൻ്റെ ഐ ഡാഷ് എടുത്താൽ അതിന് സിമിലർ ആയിട്ട് കിടക്കുന്ന ഈ മുകളിലത്തെ ട്രയാങ്കിൾ എന്തായിരിക്കും? ഓ ഡാഷ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതുന്നു, ഇത് സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ദെയർഫോർ നമുക്ക് പറയാം ഐ ഡാഷ് ഡിവൈഡഡ് ബൈ ഓ ഡാഷ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈഡ് എടുക്കുമ്പോൾ ഒരിക്കലും റേനെ നമ്മൾ സൈഡായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. റേനെ എടുക്കാൻ പാടില്ല, ഈ സൈഡ് എടുക്കാൻ പാടില്ല, ഒന്നിനും ഒരു ഡെറിവേഷൻ എടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കണം? ഐ പി എടുത്തു. ഐ പി എടുത്താൽ ഇവിടെ ഒ പി എടുക്കണം. അപ്പോൾ എന്താണ്? ഐ പി ഡിവൈഡഡ് ബൈ മക്കളെ എന്ത് വിളിക്കുക അവിടെ? ഒ പി എന്ന് വിളിച്ചു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അപ്പോൾ ഒരു ജോഡി സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ഓക്കെ, ഇതേ സിമിലർ പരിപാടി നമ്മളിവിടെ ചെയ്യാൻ പോകണം. ഇതേ സിമിലർ പരിപാടി ഒരു ട്രയാങ്കിൾ ചെയ്യാൻ പോകണം. ഒരു ട്രയാങ്കിൾ വേണ്ടേ? അപ്പം ഒരു ട്രയാങ്കിൾ ഏതെടുക്കും? ഞാൻ നോക്കാൻ നേരത്തെ ഈ ആംഗിൾ സെയിം ആണ്. ഇത് 90, ഇത് 90, കാരണം എൻ ബി നമ്മൾ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ട്രയാങ്കിൾ കിട്ടി. നമുക്ക് വേണമെങ്കിൽ വേറൊരു കളർ അടിക്കാം. ഈ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടോ, ഈ 2 ട്രയാങ്കിൾ. ഇത് എൻ ബി ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് സങ്കല്പിക്കണം കേട്ടോ. യെസ്, ഈ 2 ട്രയാങ്കിൾ കണ്ടു, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ, ഒരു വലിയ ട്രയാങ്കിളും. യെസ്, ട്രയാങ്കിൾ ഏതൊക്കെയാടാ? ട്രയാങ്കിൾ എൻ എഫ് പിയും ഐ ഡാഷ് എഫും. ഇതൊക്കെയാണ് ട്രയാങ്കിൾ എൻ എഫ് പി. ട്രയാങ്കിൾ എൻ എഫ് പി ഈസ് സിമിലർ ടു ഐ ഡാഷ് എഫ്. ട്രയാങ്കിൾ ഐ ഡാഷ് എന്ത് വരും മക്കളെ? എഫ്. സിമിലർ ആണെങ്കിൽ നേരത്തെ പരിപാടി തന്നെ. ഞാൻ ഇവിടെ ഐ ഡാഷ് ആദ്യം എടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എന്തെടുക്കുന്നു? ഈ ട്രയാങ്കിളിലും ഞാൻ ഐ ഡാഷ് എന്തെടുക്കുന്നു മക്കളെ? ആദ്യം എടുക്കുന്നു. ഇപ്പോൾ 2 ട്രയാങ്കിൾ ഞാൻ ഐ ഡാഷ് എന്ത് ചെയ്യുന്നു? ആദ്യം എടുക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിനകത്ത് ഐ ഡാഷ് ആദ്യം എടുക്കാം. ഐ ഡാഷ് ആദ്യം എടുത്തു. അപ്പോൾ എന്താണ്? ഐ ഡാഷ് ഡിവൈഡ് ബൈ കറസ്പോണ്ടിങ് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആണ് ഇവൻ. അപ്പോൾ ഇതേ ഈക്വൽ ആംഗിൾ ഇതാണല്ലേ, ഇതിന് ഓപ്പോസിറ്റ് ആരാ? എൻ ബി ആണ്. എൻ ബി എടുത്തു. ഇനി അടുത്ത് നമുക്കറിയാം ഒരിക്കലും റേ എടുക്കാൻ പാടില്ല. പിന്നെ എടുക്കേണ്ട ഏതാണ്? ഈ സൈഡാണല്ലേ. ഐ എഫ് എടുക്കണം. എഫ് പി എടുക്കണം. അപ്പോൾ എന്താണ് അടുത്ത് എടുക്കുന്നത്? ഐ എഫ് ബൈ എന്താണ് മക്കളെ? എഫ് പി എടുത്തു. സെറ്റ് സാധനം. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പുട്ട് ഇക്വേഷൻ നമ്പർ 2 1ഉം 2ഉം കൂടെ നിങ്ങൾ രൂക്ഷമായി നോക്കിക്കേ. ഓട്ടെ, 1ഉം 2ഉം ഇപ്പം ഞാൻ 2 ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ എൻ ബി ഒന്ന് നോക്കുവാണ്. ഞാൻ എൻ ബി നോക്കിയപ്പോൾ എൻ ബിയും ഓ ഡാഷും ഒരേപോലെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലായി എൻ പി ഇസ് ഈക്വൽ ടു ഓ ഡാഷ് ആണ്. അടിപൊളി. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിക്കൂടെ? ഐ ഡാഷ്, ഈ ഇക്വേഷൻ സാർ ഒന്ന് മാറ്റി എഴുതുവാണേ. ഈ ഇക്വേഷനെ എന്താണ് നമുക്കറിയാം? എൻ പി എന്ന് പറയുന്നത് ഓ ഡാഷിന് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുന്നു. ഐ ഡാഷ് ബൈ ഓ ഡാഷ് ഇസ് ഈക്വൽ ടു ഐ എഫ് ബൈ എന്തെന്ന് എഴുതി? ഞാൻ എഫ് പി എന്ന് എഴുതി. ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഈ 2 ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേടാ മക്കളെ? ഈ 2 ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേടാ? എങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആകത്തില്ലേ? ഇക്വേഷൻ 1ഉം 2ഉം ഈക്വൽ അല്ലേടാ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാം ഐ പി ബൈ ഒ പി എന്ന് പറയുന്നത് എന്ത് കിട്ടും മക്കളെ? ഐ എഫ് ബൈ എഫ് പി എന്ന് കിട്ടി. എഫ് പി എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് അപ്ലൈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എന്താണ്? അപ്ലൈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ പി എന്ന് പറയുന്നത് മക്കളെ എന്താണ്? ഐ പി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ. ഐ പി എന്താണ്? ഓ മൈ ഗോഡ്, ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, വി എന്ന് വിളിച്ചു. ഇനി എഫ് പി എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, എഫ് എന്ന് വിളിച്ചു. ഒ പി എന്ന് പറയുന്നത് ഒബ്ജക്റ്റോ ഡിസ്റ്റൻസ് ആണ്, യു എന്ന് വിളിച്ചു. ഇനി ഐ എഫ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, വിയിൽ നിന്നും എഫ് കുറക്കുന്നതാണ്. അപ്പോൾ വി മൈനസ് എഫ് ആണ്. അത് മാത്രം നിങ്ങൾ നോക്കിയേ. ഇവിടം മുതൽ ഇവിടം വരെ വി, ഇവിടം മുതൽ ഇവിടം വരെ എഫ്,
എങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ വി മൈനസ് എഫ് അല്ലേ ഐ എഫ്, അതല്ലേ ഐ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളതെല്ലാം ഇട്ട് കൊടുക്കാൻ പോണേ. ഇനി സിമ്പിൾ, ഇതൊന്നും വേണ്ട. ഐ പി എന്താ നമുക്കറിയാം, ഒപ്റ്റിക് സെൻറ്റർ ആണ് അല്ലേ, അല്ലെങ്കിൽ പോളാണ് അല്ലേ, ഒപ്റ്റിക് സെൻറ്റർ അല്ല പോളാണ് ഐ പി. അപ്പോൾ പോളിലോട്ടുള്ള ഇമേജിൽ നിന്നും പോളിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് എന്തുവാ നമുക്കറിയാം, വി ആണ്. അപ്പം മൈനസ് വി എന്നിട്ട് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. അടുത്തത് ഒ പി ഒബ്ജക്റ്റിൽ നിന്നും പോളിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിൽ നിന്നും ഒബ്ജക്റ്റ് വി ആണ്, സോറി യു ആണ്. അപ്പം എന്ത് വരും, മൈനസ് യു. കാരണം എല്ലാ മെഷർമെൻറ്റ് എടുക്കുന്നത് ഇങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പോൾ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. മൈനസ് വി കിട്ടി. ഇനി അടുത്ത എന്താ മോനെ, ഐ എഫ് നമുക്കറിയാം. ഐ എന്ന് വെച്ചാൽ ഇമേജ്, തന്ത്രമാണ് വി. എഫ് ഫോക്കസ്, ബി മൈനസ് എഫ്, അത് നെഗറ്റീവാണ്. നമുക്കറിയാം ഐ എഫ് എന്താ മോനെ, ഐ എഫ് വി മൈനസ് എഫ് ആണ്. കേട്ടോ, പടം പോലും നോക്കാൻ നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത നമ്മുടെ സ്വന്തം എഫ് പി ആണല്ലേ. അടുത്ത നമ്മുടെ സ്വന്തം ആരാണ്, എഫ് പി ആണ്. നിങ്ങൾ നോക്കിയാൽ മക്കളെ, എഫ് പി എന്താടാ, എഫ് പി എന്തായിരിക്കും, പി ഫോക്കസ്, എഫ് ഫോക്കസ്, അടിപൊളി, മൈനസ് എഫ്. സെറ്റ്, എല്ലാം കിട്ടി. ഇട്ട് കൊടുത്ത ആൻസറാ. പുട്ട് ഇക്വേഷൻ നമ്പർ 4, പുട്ട് ഇക്വേഷൻ നമ്പർ 5, പുട്ട് ഇക്വേഷൻ നമ്പർ 6. കുറേ പുട്ടിട്ട് വെച്ചോ. ഇക്വേഷൻ 4 മുതൽ 7 വരെ, ഇക്വേഷൻ 4 to ഇക്വേഷൻ നമ്പർ 7 ഇൻ ഇക്വേഷൻ നമ്പർ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, മൈനസ് വി ഡിവൈഡഡ് ബൈ മൈനസ് യു ഈസ് ഈക്വൽ ടു മൈനസ് വി മൈനസ് എഫ് ഡിവൈഡഡ് ബൈ മൈനസ് എഫ്. വെട്ടി കളയുക, ടക്ക വെട്ടിക്കളഞ്ഞു. ഇനി നമുക്കിനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണേ. വി ബൈ യു ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്യാം, വി ബൈ എഫ് മൈനസ് എഫ് ബൈ എഫ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇവിടെ ഐ ഡാഷ് എടുത്തത്. എന്തുകൊണ്ടാണ് ആദ്യം ഞാൻ ഐ ഡാഷ് എടുത്തത്? കാരണമുണ്ട്. എനിക്കിപ്പം മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഇതേപോലെ സ്പ്ലിറ്റപ്പ് ചെയ്യാം. അല്ലെ തിരിഞ്ഞു വരും, പിന്നെ ഒരു സ്റ്റെപ്പ് കൂട്ടി എഴുതേണ്ടി വരും. റെസിപ്രോക്കൽ എടുക്കാൻ ഒരു സ്റ്റെപ്പും കൂടെ എഴുതേണ്ടി വരും. ആ ഒരു സ്റ്റെപ്പ് കുറക്കാനാണ് ഞാൻ ആദ്യമേ ഐ ഡാഷ് ചെയ്തത്. ഞാൻ ആരാമോൻ. അപ്പോൾ നമുക്കിതിന് ലാസ്റ്റ് സ്റ്റെപ്പാണ് യുവിനെ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. സോറി, യുവിനെ അല്ല, വിനെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുക. എല്ലാവരും വിനെ ഡിവൈഡ് ചെയ്തേ. ഇത് എഫും പോയിട്ട് 1 വരുവേ, എഫും പോയിട്ട് 1 വരും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക, എല്ലായിടവും വിനെ ഡിവൈഡ് ചെയ്തേ, ഡിവൈഡഡ് ബൈ വി. അപ്പോൾ ഇവിടെ വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വി പോയി കഴിഞ്ഞാൽ ഇവിടെ 1/u മാത്രമേ ഉള്ളൂ, 1/u. ഓക്കെ അല്ലേടാ മക്കളെ? ഇവിടെ വി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വി പോയി 1/f മാത്രമേ ഉള്ളൂ, 1/f. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. വി വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് വരും, 1/v വന്നു. ഇത് ആൻസറായി. നമുക്കിതെല്ലാം പ്രൂവ് ചെയ്യേണ്ടത്. മൈനസ് 1/v ഇപ്പുറത്ത് കൊണ്ടുവന്നേ. അപ്പോൾ എന്ത് കിട്ടി, 1/f ഈസ് ഈക്വൽ ടു 1/u പ്ലസ് 1/v. ദിസ് ഈസ് ദ മിറർ ഫോർമുല. ഇതാണ് മിറർ ഫോർമുല. പക്കയായിട്ട് എൻ്റെ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ യെസ് സാർ മനസ്സിലായി എല്ലാവരും ഒന്ന് ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. റെഡി? നമുക്ക് അടുത്തിലോട്ട് പോകാം. പെട്ടെന്ന് ലൈവായിട്ട് മാറിയത്. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്രിട്ടിക്കൽ ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല മക്കളെ, ഞാനൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു മീഡിയമാണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് n എന്ന് വിളിക്കാം. ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണ്. ഇത് എവിടുന്ന് എങ്ങോട്ട് പോകുന്നു, ഡെൻസർ ടു റെയറർ, ബെൻഡ് എവേ ഫ്രം ദി നോർമലാണ്. ഇപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ നമുക്കറിയാം ഇത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2/n1 ആണല്ലേ. ഇനി ഓരോ ആൾക്കാർ പറഞ്ഞേ, ഐ ഈസ് ഈക്വൽ ടു സി ആണ്, ആർ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. n2 എന്ന് പറയുന്നത് ഈ മീഡിയം ഇത് എയർ ആയതുകൊണ്ട് അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. n1 എന്ന് പറയുന്നത് എന്താണ്, n ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മീഡിയം, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, വാട്ടർ ആണെങ്കിൽ വാട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. സൈൻ സി ഈസ് ഈക്വൽ ടു n2 പകരം എന്താണ് 1/n. ദിസ് ഈസ് ദ റിലേഷൻ. ഇവിടെ നമുക്ക് വേണേൽ സി കണ്ടുപിടിക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ഈക്വൽ ടു
സൈൻ ഇൻവേഴ്സ് 1/n, സൈൻ ഇൻവേഴ്സ് 1/n എഴുതാം, സൈൻ ഇൻവേഴ്സ് 1/n. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആരെയും കണ്ടുപിടിക്കാം. യെസ്, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ n = 1/sin c, n = 1/sin c. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കേണ്ട. ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ഈ ഡെറിവേഷൻ ചോദിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട്. 2 മാർക്കിന് അതിനപ്പുറം ചോദിക്കില്ല, കുഞ്ഞു ഡെറിവേഷനാണ് കേട്ടോ. അടുത്തത് കർവ്ഡ് സർഫസ് ഫോർമുല, ഏറ്റവും വലിയ ഡെറിവേഷനാണ്, നമ്മൾ എളുപ്പത്തിൽ പറയാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഒരു സ്പെറിക്കൽ കർവ്ഡ് കർവേച്ചറാണ്. ഇവിടെ ഗ്ലാസ് ആണ് സങ്കല്പിക്കുക. ഓക്കെ അല്ലേ? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഞാൻ n1 എന്നും ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ സാർ n2 എന്നും വിളിച്ചു. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് എൻ്റെ പോയിന്റ് ഒബ്ജക്റ്റ്. ഈ പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്നും ഒരു റേ പോവുകയാണ് ആ കർവ്ഡ് സർഫസിലോട്ട്. ഓക്കെ, ഇത് എന്താണ്? ഇത് മിറർ അല്ല, ഇതൊരു ലെൻസിനെ പോലെയാണ്, അകത്ത് ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഈ റേ ഇങ്ങനെ പോകേണ്ട റേ ആണല്ലേ, ഇങ്ങനെ പോകേണ്ട റേ ആണ്. നമുക്കറിയാം ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലിൻ്റെ അടുത്തോട്ട് ബെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇത് ഇവിടെ പോയി വീണു. അങ്ങനെ നോർമലിൻ്റെ അടുത്തോട്ടേക്ക് ബെൻഡ് ചെയ്തു. അങ്ങനെ റേ ഇവിടെ പോയി വീണു. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? റേ ഡയഗ്രം വരച്ചതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ വന്നു, ഇങ്ങനെ വീണു. ഇനി ഒരു റേ നേരെ പോവുകയാണെങ്കിൽ അത് നേരെ തന്നെ പോവും. നേരെ പോയിട്ട് ഈ രണ്ട് റേയും എന്നറിയാം, നോർമലിലൂടെ പോവുകയാണെങ്കിൽ അവിടെ എന്തില്ല, ബെൻഡിങ് ഒന്നും നടക്കത്തില്ല, നേരെ പോകും. അപ്പോൾ നേരെ പോയി, ഇങ്ങനെ പോയി, ബെൻഡ് ചെയ്ത് ഇങ്ങോട്ടും. അങ്ങനെ ഇവിടെ നമുക്കൊരു ഇമേജ് ഫോം ചെയ്തു. ഒരു ഇമേജ് ഫോം ചെയ്തു. ഇനി സാറ് പറയുന്ന ആംഗിളൊക്കെ ശ്രദ്ധിക്കണേ. ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ. നമുക്കതിനെ I എന്ന് വിളിക്കാം. ദിസ് ഈസ് ആംഗിൾ ഓഫ് എന്താണ് മക്കളെ? റിഫ്രാക്ഷൻ. നമുക്കതിനെ എന്ത് വിളിക്കാം? ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ നമുക്ക് R എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ചെറിയ 2-3 ആംഗിൾ കൂടെ പറയട്ടെ. ഈ ആംഗിൾ ഞാൻ ആൽഫ എന്ന് വിളിച്ചു, ആവശ്യമുണ്ട്. ഈ ആംഗിളിനെ നമ്മൾ ബീറ്റ എന്ന് വിളിച്ചു. ഈ ആംഗിളിനെ മക്കൾ നമ്മൾ എന്ത് വിളിച്ചു? ഗാമ എന്ന് വിളിച്ചു. ഇത് R അല്ല, ഇത് R പോലൊക്കെ നിങ്ങൾക്ക് തോന്നും. ദിസ് ഈസ് നോട്ട് R, ദിസ് ഈസ് ഗാമ. ഇതെന്താണ് മക്കളെ? ഇത് ഗാമയാണ് കേട്ടോ, ഗാമയാണ്. ഇനി നമ്മുടെ പരിപാടി എന്താണ്? ആദ്യം നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യും. അപ്പോൾ sin I/sin R = n2/n1 എന്ന് കിട്ടും. അപ്പോൾ ഐൻ്റെ ആറിൻ്റെ ടൈമിൽ ഇക്വേഷൻ കിട്ടും. നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ, ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് u എന്നും, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദി കർവേച്ചറിലോട്ട് ആയതുകൊണ്ട് നമുക്ക് R എന്നും, ഈ ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് v. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ യുവും വിയും ആറും ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും യുവും വിയും ആറും ഒക്കെ വെച്ചുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഇക്വേഷനിലോട്ട് നമ്മൾ എത്താൻ പോവുകയാണ്. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സ്നെൽസ് ലോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് തുടങ്ങാൻ പോകുന്ന മക്കളെ, തുടങ്ങുന്നതിനോട് വലിയ ഡെറിവേഷനാണേ. എൻ്റെ കൂടെ കൂടിക്കോ. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം sin I/sin R = n2 by എന്ത് കിട്ടി മക്കളെ? n1 എന്ന് എഴുതാം. സംശയമുണ്ടോ ആരെങ്കിലും? ഒരു സംശയം വേണ്ട. ഇനി ശ്രദ്ധിക്കുക, ആംഗിളൊക്കെ ചെറുതാണ്. ഇവിടെ മൊത്തം പരിപാടി ഇതാണ്, ആംഗിളൊക്കെ ചെറുതാണ് കേട്ടോ. ഫോർ സ്മോൾ ആംഗിൾ sin I become equal to I. sin I എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? I ആയിട്ടും. sin Rനെ എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? R ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. പുട്ട് ഇക്വേഷൻ നമ്പർ 1, പുട്ട് ഇക്വേഷൻ നമ്പർ 2, പുട്ട് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് sin Iനെ I ആയിട്ടും sin Rനെ R ആയിട്ടും വിളിച്ചാൽ നമുക്ക് എഴുതാം n2/n1. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം n1I = n2R എന്ന് വിളിക്കാം. പുട്ട് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ടക്കട്ടെ. അപ്പോൾ ഐൻ്റെ ആറിൻ്റെ ടൈമില്ല. ഇനി I/R മുകളിൽ കിടക്കുക, അവനെ താഴെ കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് സാറ് ചെയ്യാൻ പോകുന്ന കലാപരിപാടി. ശ്രദ്ധിക്കുക, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ദാറ്റ് ഈസ് കീ പോയിന്റ്. അടുത്ത കീ പോയിന്റ് ആണ്. ഈ 2 ട്രയാങ്കിളിനകത്തും ആൽഫ ബീറ്റ. ഈ ട്രയാങ്കിൾ നോക്കിയേ, ആൽഫ ബീറ്റ എന്താണ്? ഇന്നർ ആംഗിളാണ്. I എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിളാണ് അല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ = സം ഓഫ് 2 ഇന്റീരിയർ ആംഗിൾ എന്നാണ്. അതേപോലെ നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയാലും മനസ്സിലാവും, ബീറ്റ എന്ന് പറഞ്ഞ എക്സ്റ്റീരിയർ ആംഗിളാണ്, ആറും ഗാമയും ഇന്റീരിയർ ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഐനെ ആറിനെ ആൽഫ ബീറ്റ ഗാമയുടെ ടൈമിൽ കൊണ്ടുവരാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ട്രയാങ്കിൾ ONC എടുക്കുന്നു. ട്രയാങ്കിൾ ONC ഫസ്റ്റ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ONC കൺസിഡർ ട്രയാങ്കിൾ ONC. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം I ആണ്. ഈ ONCയുടെ എക്സ്റ്റീരിയർ ആംഗിൾ I ആണ്. I = ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ I കിട്ടി ഇൻ ടേംസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. പുട്ട് ഇക്വേഷൻ നമ്പർ 5. I think 5. Yes, 5. Similar way ഈ ട്രയാങ്കിൾ NIC എടുത്തേ. MIC അല്ല, NIC.
എൻ ഐ സിക്ക് അത് ബി ടി ആണ് എക്സ്റ്റീരിയർ കേട്ടോ. അപ്പോൾ ഫ്രം ട്രയാങ്കിൾ എൻ ഐ സി ബീറ്റ ആണ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് സം ഓഫ് ടു ഇന്റീരിയർ ആംഗിൾ ആർ പ്ലസ് ഗാമ. നമുക്ക് വേണ്ട ആർ അല്ലേടാ മക്കളെ. ആറിനെ ഇങ്ങനെ എടുത്തേ. ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ. പുട്ട് ഇക്വേഷൻ നമ്പർ 6. 6ഉം 5 എടുത്തിട്ട് എവിടെ പുട്ടുക? ഇക്വേഷൻ നമ്പർ 4 കൊടുത്തേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആൻഡ് ഇക്വേഷൻ നമ്പർ 5 ആൻഡ് ഇക്വേഷൻ നമ്പർ 6 ഇൻ ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 4 ബിക്കം n1. മക്കളെ ഐക്ക് പകരം നമുക്ക് എഴുതാം ആൽഫ പ്ലസ് ബീറ്റ. n2 ആറിന് പകരം ബീറ്റ മൈനസ് ഗാമ. പരിപാടി കഴിഞ്ഞോ? ഇല്ല, പരിപാടി കഴിഞ്ഞില്ല. നമുക്ക് ആൽഫയിലും ബീറ്റയിലും ഒന്നും അല്ല കിട്ടേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് ആൽഫയിലും ബീറ്റ. നമുക്ക് കിട്ടേണ്ടത് യു വി ആർ അതിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ആൽഫ ബീറ്റ ഗാമനെ മാറ്റണം. എന്നാ ചെയ്യും? എന്നാ പണ്ണുങ്കോ? ഒന്നുമില്ല. ടാൻ ആൽഫ ടാൻ ബീറ്റ ടാൻ ഗാമ എടുക്കുക. പണ്ടത്തെ പരിപാടി നമ്മൾ തൊട്ട് മുമ്പ് അതേ പരിപാടി. ടാൻ ആൽഫ ടാൻ ബീറ്റ ടാൻ ഗാമ. അടിപൊളി. പറഞ്ഞേ ആദ്യമേ ടാൻ ആൽഫ പറഞ്ഞേ. ടാൻ ആൽഫ സാറേ നമുക്ക് പടം വേണം. ടാൻ ആൽഫ നോക്കിക്കേടാ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. എൻ ബി ബൈ ഒ പി. അപ്പോൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എൻ ബി ബൈ ഒ പി. നമുക്കെല്ലാവർക്കും അറിയാം ആൽഫ വളരെ ചെറുതാണ്, ബീറ്റ വളരെ ചെറുതാണ്, ഗാമ എല്ലാ ആംഗിളും ചെറുതാണ് മോനെ. അപ്പോൾ നമുക്ക് പറയാം ടാൻ ആൽഫ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫയാണ്. അപ്പോൾ ആൽഫ കിട്ടി എൻ പി ബൈ ഒ പി. എൻ്റെ പൊന്നു മക്കൾ, ഇതേപോലെ ടാൻ ബീറ്റ പറയാലോ. നമുക്ക് ടാൻ ബീറ്റ പറയാലോ. ആ ട്രയാങ്കിൾ പോരട്ടെ ടാൻ ബീറ്റ. ഈ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് എപ്പോഴും എൻ ബി തന്നെയാണ്. എൻ ബി ബൈ പി സി അഡ്ജസൻ, എൻ ബി ഓപ്പോസിറ്റ്. എടാ എൻ ബി ബൈ പി സി ഉഷാറ് സാധനം അല്ലേ? എൻ ബി ബൈ പി സി ഉഷാറ് സാധനം എന്ന് വെച്ചാൽ ഉഷാറ് സാധനമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ശരിയല്ലേ? റെഡി? യെസ്. എൻ്റെ മക്കളെ നിങ്ങൾ പറ, ടാൻ ബീറ്റ എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റയാണ്. എല്ലായിടും അപ്രോക്സിമേഷനാണ്. സൈൻ തീറ്റ സൈൻ ഐ ആണ്, സൈൻ ആർ ആണ്, ടാൻ ആൽഫയാണ്, ടാൻ ബീറ്റയാണ്, ടാൻ ഗാമയാണ്. അപ്പോൾ ബീറ്റ ഈക്വൽ എന്ത് കിട്ടി? ബീറ്റ ഈക്വൽ ടു എൻ പി ബൈ പി സി എന്ന് കിട്ടി. അവിടെ കിടക്കട്ടെ. ലാസ്റ്റ് വൺ ടാൻ ഗാമ വാസ്കോഡ് ഗാമ. ടാൻ ഗാമ എന്താണ്? ഓപ്പോസിറ്റായ എൻ ബി ബൈ പി ഐ. Then the similar step, tan gamma is approximately equal to gamma. Then gamma is equal to NP by PI. Put equation number 8, equation number 9, equation number 10. Equation number 8, equation number 9, equation number 10 in equation number 7. ഇക്വേഷൻ നമ്പർ 7 ഇട്ട് കൊടുക്കുക. തീർന്നില്ല. വലിയ ഡെറിവേഷൻ എന്ന് പറഞ്ഞില്ല. തീർന്നില്ല. ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേറെ കലാപരിപാടി ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനകത്ത് n1 ഇവിടെ എഴുതാം അല്ലേ? n1 ആൽഫയ്ക്ക് പകരം എൻ പി ബൈ ഒ പി പ്ലസ് ബീറ്റയ്ക്ക് പകരം എൻ ബി ബൈ പി സി ഇസ് ഈക്വൽ ടു n2 ബീറ്റയ്ക്ക് പകരം എൻ ബി ബൈ പി സി മൈനസ് ഗാമയ്ക്ക് പകരം എൻ ബി ബൈ പി ഐ. കാശൊന്നും നോക്കണ്ട, വെട്ടിക്കളഞ്ഞു. ടക്കെ വെട്ടിക്കളഞ്ഞു. ഇനി n1 അകത്തോട്ട് മൾട്ടിപ്പിൾ ചെയ്ത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കർവ്ഡ് സർഫസ് ഫോർമുല കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അല്ലേ? n1 അകത്തോട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പോകണേ. അപ്പോൾ n1 ബൈ ഒ പി എന്ന് വന്നു, പ്ലസ് n1 ബൈ പി സി എന്ന് വന്നു, ഇസ് ഈക്വൽ ടു n2 ബൈ പി സി എന്ന് വന്നു, മൈനസ് n2 ബൈ പി ഐ എന്ന് വന്നു. റെഡി? ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഓരോന്നിനും കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോകണേ. പോകുന്നു. ഓ പി ഒബ്ജക്റ്റ് ആണ്. കണ്ണും പൂട്ടി എഴുതാൻ -u ആണ്. പി സി
പി സി സെൻറ്റർ ഓഫ് ദി കർവേച്ചർ ആണ്, അപ്പോൾ റേഡിയസ് ആണ്, റേഡിയസ് ഒക്കെ ഇപ്പുറത്താണ് വരുന്നത്, അപ്പോൾ പ്ലസ് ആണ്. സെറ്റ്. ഇനി അടുത്തത് N2 തന്നെയാണ്, N1 തന്നെ, അത് മാറ്റമൊന്നുമില്ല. ഇനി പി സി ടു, ഇനി പി ഐ അല്ലേ, പി ഐ. യെസ്, പി ഐ ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന പോസിറ്റീവ് സൈഡിലാണ്, അപ്പോൾ വി എന്ന് കൊടുത്തു. ഇതിട്ട് കൊടുത്തേരാം മക്കളെ. അപ്പോളെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എഴുതണം കേട്ടോ. N1 ബൈ ഒ പിക്ക് വരെ മൈനസ് യു ഇട്ട് കൊടുത്തു, പ്ലസ് അതേപോലെ തന്നെ N1 പി സിക്ക് വരെ നമുക്ക് 6 ഇട്ട് കൊടുക്കാം, ഇസ് ഈക്വൽ ടു N2 പി സിക്ക് വരെ നമുക്ക് വീണ്ടും 6 ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേടാ മക്കളെ. ഇനി അടുത്ത എന്താണ്, മൈനസ് N2 ബൈ പി ഐക്ക് വരെ വി ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല മക്കളെ, നമ്മൾ സിമ്പിളി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവന്മാരെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോകുന്നു. അതിനുവേണ്ടി ഈ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ. അപ്പം നോക്കിയടാ, N2 ബൈ വി മൈനസ് N1 ബൈ യു എന്ന് കിട്ടി. ഓക്കെ, ഇവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്ലസ് ആവും. അപ്പോൾ N2 ബൈ വി മൈനസ് N1 ബൈ യു ആണ്. N2 ബൈ വി മൈനസ് N1 ബൈ യു ഈക്വൽ ടു, നമുക്ക് ഇവനെ അങ്ങോട്ട് കൊടുക്കാം. ആരെയാണ്? ഇവനെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എന്താടാ, N2 ബൈ ആർ മൈനസ് N1 ബൈ ആർ. റെഡി അല്ലേ? ഇനി ഒന്നുമില്ല. N2 ബൈ വി മൈനസ് N1 ബൈ യു ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഇൻറ്റു 1 ബൈ ആർ. ആ 1 ബൈ ആർ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ, ദ ഹോൾ ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതിക്കൂടെ. ഇതാണ് സംഗതി അല്ലേ. ഡിനോമിനേറ്റർ സെയിം അല്ലേടാ, അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്ത് വെക്കുക. N2 മൈനസ് N1 ബൈ ആർ. ദിസ് ഈസ് കർവ്ഡ് സർഫസ് ഫോർമുല. N2 ബൈ വി മൈനസ് N1 ബൈ യു ഈക്വൽ ടു N2 മൈനസ് N1 ബൈ ആർ. ദിസ് ഈസ് കർവ്ഡ് സർഫസ് ഫോർമുല. പെട്ടി വരച്ചോ ചെങ്ങായി. സെറ്റ്. ദെൻ അടുത്ത എന്തായിരിക്കും? കർവ്ഡ് സർഫസ് ഫോർമുല കഴിഞ്ഞാൽ മക്കളെ അടുത്തത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ലെൻസ് ഉണ്ടാക്കുന്ന ഫോർമുല. അപ്പോൾ ലെൻസ് വേണം. അപ്പോൾ ഇതേപോലെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എടുത്തു, റേ വരുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇവൻ ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെ വന്നിട്ട് സപ്പോസ് നമ്മളുടെ സെക്കൻഡ് അല്ലേ, ഇത് ഫസ്റ്റ് കർവേച്ചർ ആണേ. സെക്കൻഡ് കർവേച്ചർ ഇല്ലായിരുന്നെങ്കിൽ, സെക്കൻഡ് കർവേച്ചർ, 2 കർവേച്ചർ ഉണ്ട്. സെക്കൻഡ് കർവേച്ചർ ഇല്ലാതെ നേരെ ഇവൻ ഇങ്ങോട്ട് പോകേണ്ടതായിരുന്നു. സപ്പോസ് നമ്മുടെ സെക്കൻഡ് കർവേച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഇവൻ നേരെ പോയി ഇവിടെ വന്ന് വീഴേണ്ടതാണ്, അവിടെ ഒരു ഇമേജ് ഫോം ചെയ്യേണ്ടതായിരുന്നു. സെക്കൻഡ് കർവേച്ചർ ഉള്ളത് കൊണ്ട്, സോറി ഒന്ന് മാറിപ്പോയേ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ റേ വരുന്നു. എന്നിട്ട് ഈ റേ എന്ത് ചെയ്യുന്നു? യെസ്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. റെഡി. ഇപ്പോൾ ശ്രദ്ധിക്കും മക്കളെ, ഇവിടെ നമ്മുടെ സെക്കൻഡ് കർവേച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇമേജ് ഇവിടെ പോയി വീഴേണ്ടതായിരുന്നു. അതുകൊണ്ട് ഡോട്ട് ഇട്ടാൽ മതി. ഓക്കെ, സെക്കൻഡ് കർവേച്ചർ ഇല്ലായിരുന്നെങ്കിൽ അല്ലേ. ഇപ്പോൾ സെക്കൻഡ് കർവേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ എഗെയിൻ ആ റേ ഒന്നും കൂടെ ഒന്ന് ബെൻഡ് ചെയ്യും. നമ്മുടെ ആ റേ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് വന്ന് വീഴുന്നു? അതിലോട്ട് വന്ന് വീഴുന്നു. ഓക്കെ, എഗെയിൻ ഒന്ന് ബെൻഡ് ചെയ്യുന്നു. 2 കർവേച്ചർ ഉണ്ടല്ലേ. അപ്പോൾ ഈ കർവേച്ചർ മൂലം ഒന്ന് ബെൻഡ് ചെയ്യും, സെക്കൻഡ് കർവേച്ചർ മൂലം എഗെയിൻ ബെൻഡ് ചെയ്യും. സെക്കൻഡ് കർവേച്ചർ ഇല്ലായിരുന്നെങ്കിൽ ഈ റേ ഇവിടെ പോയി വീണേനെ. ഇതാണ് നമ്മുടെ സംഗതി, ഇതാണ് ഫിഗർ. ഇനി നോക്കി, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഫൈനൽ ഇമേജ് ഇവിടെ ഫോം ചെയ്ത്, അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് കർവേച്ചർ ഉണ്ടാക്കിയ ഇമേജ്, ദാറ്റ് ഈസ് വി ഡാഷ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കർവ്ഡ് സർഫസ് ഫോർമുല ഒന്നാമത്തെ സർഫസിലും രണ്ടാമത്തെ സർഫസിലും അപ്ലൈ ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ കർവ്ഡ് സർഫസ് ഫോർമുല നമുക്കറിയാം, N2 ബൈ വി മൈനസ് N1 ബൈ യു ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ബൈ എന്താണ് മക്കളെ? 6 ആണ്. ഈ N2 എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതിനെ നമുക്ക് N2 എന്ന് തന്നെ വിളിക്കാം. ബൈ ഇനി വി എന്ന് പറയുന്നത് ഫസ്റ്റ് കർവേച്ചർ ഉണ്ടാക്കുന്ന ഇമേജ് ആണ്, ദാറ്റ് ഈസ് വി ഡാഷ്. N2 ബൈ വി ഡാഷ് മൈനസ് N1 തന്നെയാണ്. കാരണം എവിടെ നിന്നാണോ റേ വരുന്നത് അതാണ് ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത്. റേ എങ്ങോട്ടാണോ പോകുന്നത് ദാറ്റ് ഈസ് സെക്കൻഡ് മീഡിയം. അതിന് മാറ്റമൊന്നുമില്ല. ഇനി എന്താ മക്കളെ കിടക്കുന്ന? യു അല്ലേടാ. യു എന്ന് വെച്ചാൽ ഫസ്റ്റ് കർവേച്ചറിൻ്റെ ഒബ്ജക്റ്റ് നമുക്കറിയാം, അത് യു തന്നെയാണ്. ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ കർവേച്ചർ ആയതുകൊണ്ട് R1 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് കർവേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മൾ ഇതേ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പോവാണേ. N2 സെക്കൻഡ് കർവേച്ചർ ഇതാണ്. അപ്പോൾ സെക്കൻഡ് കർവേച്ചറിൽ റേ വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടുത്തെ N2 N1 ആയിരിക്കും. അതൊന്ന് ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ട്വിസ്റ്റ് എന്താണ്? ഇവിടുത്തെ ട്വിസ്റ്റ് ഇതാണ്. N2 എന്ന് പറയുന്നത് N1ഉം
അതേപോലെ N1 എന്ന് പറയുന്നത് N2 ആണ്. റേ പോകുന്നത് ഫസ്റ്റ് മീഡിയത്തിലോട്ടും റേ വരുന്നത് സെക്കൻഡ് മീഡിയത്തിൽ നിന്നുമാണ്. അപ്പോൾ N1 N2 ആവും, N2 എന്താവും, N1 ആവും. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ പറയുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് വി തന്നെയാണ്. കാരണം സെക്കൻഡ് കർവേച്ചർ ഇമേജ് ഉണ്ടാക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് അത് വി തന്നെ ആയിരിക്കും. പക്ഷേ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം സെക്കൻഡ് കർവേച്ചറിന് ഒബ്ജക്റ്റ് ഇല്ല. പക്ഷേ ഫസ്റ്റ് കർവേച്ചറിൻ്റെ ഇമേജ് റേ ആണ് സെക്കൻഡ് കർവേച്ചറിൻ്റെ ഒബ്ജക്റ്റ് റേ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, എന്ത് പറയും, ദ ഇമേജ് റേ ഓഫ് ഫസ്റ്റ് കർവേച്ചർ ആക്ട് ആസ് ദ ഒബ്ജക്റ്റ് റേ ഓഫ് എന്താണ് സെക്കൻഡ് കർവേച്ചർ. ദെയർഫോർ നമുക്ക് പറയാം എന്താണ്, ഫസ്റ്റ് കർവേച്ചറിൻ്റെ ഇമേജ് ആണ് സെക്കൻഡ് കർവേച്ചറിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇതിൻ്റെ യു എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, ബി ഡാഷ് ആയിരിക്കും. സെക്കൻഡ് കർവേച്ചറിൻ്റെ ഇമേജ് ആണ് ഫസ്റ്റ് കർവേച്ചറിൻ്റെ ഒബ്ജക്റ്റ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫസ്റ്റ് കർവേച്ചറിൻ്റെ ഇമേജ് ആണ് സെക്കൻഡ് കർവേച്ചറിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ തന്നെ പറ. N2 പകരം N1, വിക്ക് പകരം വി തന്നെ, ഒരു മാറ്റവും ഇല്ല. മൈനസ് ഓക്കെ, N1 പകരം N2 വരും, യുവിന് പകരം വി ഡാഷ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. യുവിന് പകരം വി ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ കിട്ടുന്നത്, N1 മൈനസ് N2 വരും കേട്ടോ, ഡിവൈഡഡ് ബൈ എന്ത് വരും, R2. ഞാനൊന്ന് സിംപ്ലിഫൈ ആക്കാൻ പോകണേ. ഇവിടെ N2 മൈനസ് N1 ഒന്ന് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണേ. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നു, N1 ബൈ വി മൈനസ് N2 ബൈ വി ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് N2 മൈനസ് N1 എന്ന് എഴുതി, ഡിവൈഡ് ബൈ R2. പുട്ട് ഇക്വേഷൻ പറ്റൂ. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. രണ്ടും കൂടെ അങ്ങ് ആട്ടുക. രണ്ടുപേരും നാട്ടിക്കേ, ഇവനെ നാട്ടിക്കേ. അപ്പോൾ ഇത് ആടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മൈനസ് N2 വി ഡാഷും N2 വി ഡാഷും പോകും. പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, N1 ബൈ വി മൈനസ് N1 ബൈ യു. അപ്പോൾ നമുക്കത് എഴുതാം അല്ലേ. അത് നമുക്ക് എഴുതാം. എന്താണ് മക്കൾ എന്ന് എഴുതിക്കേടാ. ഇവിടെ എന്താ ഉള്ളത്, N1 ബൈ യുവും N1 ബൈ വിയും. അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ N1 ബൈ മൈനസ് ആണല്ലേ. അപ്പോൾ N1 ബൈ വി എഴുതാം ആദ്യം. N1 ബൈ വി മൈനസ് N1 ബൈ യു ഇസ് ഈക്വൽ ടു രണ്ടിടത്തും ഈ സാധനം ഉണ്ടല്ലേ. അപ്പോൾ N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R1 മൈനസ് N2 മൈനസ് N1. ആ മൈനസ് വന്നിരിക്കുന്നത് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഉള്ളതുകൊണ്ടാണ്. ഡിവൈഡ് ബൈ എന്താണ്, R2 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് N2 മൈനസ് N1 ഒന്ന് പുറത്തെടുക്കാം. ആൻസർ ആയിരിക്കുന്നു. അപ്പോൾ 1 ബൈ വി മൈനസ് 1 ബൈ യു ഇൻറ്റു N1. ഇവിടെ N1 പുറത്താക്കി, ഇവിടെ N2 മൈനസ് N1 ഞാൻ പുറത്താക്കി. ബാക്കിയുള്ള എന്താണ്, 1 ബൈ R1 മൈനസ് 1 ബൈ R2. മക്കളെ N1 താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്തേടാ. അപ്പോൾ എന്ത് കിട്ടും, 1 ബൈ വി മൈനസ് 1 ബൈ യു ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ N1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2 എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ. ഈ ഫോർമുല അറിയപ്പെടുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി അടുത്തൊരു സാധനമാണ് ലെൻസ് ഫോർമുല. എന്താണ്, ലെൻസിൻ്റെ ഫോർമുല. ലെൻസ് ഫോർമുല ഇവിടെ നോക്കാവേ. ലെൻസ് ഫോർമുലക്കകത്ത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഒബ്ജക്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ഇരുന്നാൽ ഇമേജ് ഫോം ചെയ്യുന്നവരായിരിക്കും ഫോക്കസിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നോ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ A എന്നോ വിളിക്കാം. അപ്പോൾ ഇക്വേഷൻ A ബിക്കം എന്ത് സംഭവിക്കും മക്കളെ, ഈ ഒരു ഇക്വേഷനകത്ത് 1 ബൈ വി എന്താവും, എഫ് എന്ന് വരും. മൈനസ് 1 ബൈ എന്ത് വരും മക്കളെ, ഇൻഫിനിറ്റി എന്ന് വരും. ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ N1 ഇൻറ്റു 1 ബൈ R1 മൈനസ് എന്താണ്, 1 ബൈ R2 എന്ന് എഴുതാം. റെഡി അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ N1. ഇതിനൊന്നും മാറ്റമില്ല. 1 ബൈ R1 മൈനസ് എന്തെഴുതാം, 1 ബൈ R2 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ ബി എന്ന് വിളിച്ചോ. കമ്പയർ ഇക്വേഷൻ എ ആൻഡ് ബി. ഇക്വേഷൻ എയും ഇക്വേഷൻ ബിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ 1 ബൈ വി മൈനസ് 1 ബൈ യുന് വരെ നമുക്ക് എന്ത് എഴുതാം, എഫ് എന്ന് എഴുതാം. അപ്പോൾ ആൻസർ കിട്ടി, 1 ബൈ വി മൈനസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ്. ദിസ് ഈസ് ലെൻസ് ഫോർമുല. തൊട്ട് മുമ്പ് നമ്മൾ എന്തും കൊണ്ട് ഡെറൈവ് ചെയ്തിരുന്നു, മിറർ ഫോർമുല. ഇത് എന്താണ്, ലെൻസ് ഫോർമുലയാണ്.
റെഡി അല്ലേടാ മക്കളെ? നമുക്കിനി അടുത്തിലോട്ട് പോകാം. കോമ്പിനേഷൻ ഓഫ് ലെൻസ് ആണ്. രണ്ട് ലെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യിക്കുന്നു. നമുക്ക് റേ ഡയഗ്രം വരക്കാം. റേ പോകുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ നമുക്കറിയാം നേരെ പോയി ഇവിടെ വീഴേണ്ടതായിരുന്നു. സെക്കൻഡ് ലെൻസ് ഇല്ലായിരുന്നെങ്കിൽ നേരെ അവൻ പോയി അവിടെ വീഴേണ്ടതായിരുന്നു അല്ലേ? സെക്കൻഡ് ലെൻസ് ഇല്ലായിരുന്നെങ്കിൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് ലെൻസ് ഉള്ളത് കൊണ്ട് തന്നെ എഗെയിൻ അവിടെ എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ. എഗെയിൻ നമ്മുടെ സെക്കൻഡ് ലെൻസിൽ വെച്ച് എഗെയിൻ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ഇത് നേരെ വന്ന് എങ്ങോട്ട് വീഴും? നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വീഴും. സെക്കൻഡ് ലെൻസ് ഉള്ളതുകൊണ്ട് അറേക്ക് പിന്നെയും ബെൻഡിങ് സംഭവിക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ലെൻസ് ഫോർമുലയായ 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f ആണ്. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ലെൻസ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ലെൻസിൽ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ലെൻസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്ലൈ ചെയ്യാൻ പോകണം. ഓക്കെ, യെസ്. ഫസ്റ്റ് ലെൻസിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഭാരം അധികം വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? യെസ്, നമുക്കറിയാം ഫസ്റ്റ് ലെൻസ് എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? യു ആണ്. ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വി ഡാഷ് ആണ്. സെക്കൻഡ് ലെൻസിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വി ആണ്. നേരത്തെ പോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/v ഡാഷ് എന്നാണ് വരുന്നത്. ഫസ്റ്റ് ലെൻസ് ആയതുകൊണ്ട് 1/v ഡാഷ് വരും. മൈനസ് 1/u വരും. ഫസ്റ്റ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് യു ആണ്. ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഐ ഡാഷ് ആണ്. അപ്പോൾ വി ഡാഷ് എന്നാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 1/f ആണ്. മുമ്പത്തെ പോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണേ. സെക്കൻഡ് ലെൻസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/, സെക്കൻഡ് ലെൻസിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് വി ആണ്. ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. 1/v മൈനസ്, ഇനി സെക്കൻഡ് ലെൻസിന് നമുക്കറിയാം ഒബ്ജക്റ്റ് ഇല്ല. നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ആണ് സെക്കൻഡ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1/v ഡാഷ് എന്ന് വിളിക്കാം. ഇസ് ഈക്വൽ ടു 1/f2. മുമ്പത്തെ ആ ലെൻസ് മേക്കേഴ്സ് ഫോർവേഡ് ചെയ്ത അതേ പരിപാടി ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതും പോകും. 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. 1/f1 പ്ലസ് 1/f2. നമുക്കറിയാം ഈ സാധനം എന്ന് പറയുന്നത് എന്താണ്? 1/f ആണ്. അപ്പോൾ therefore നമ്മൾ പറയുന്നു, നമുക്ക് പറയാം 1/f ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് എന്താ മക്കളെ? 1/f2 എന്ന് എഴുതാം. ഇതാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസിൽ വരുന്ന എഫക്റ്റീവ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർ എഫ് ഈസ് ഈക്വൽ ടു f1 f2 ഡിവൈഡഡ് ബൈ f1 പ്ലസ് എന്താണ് മക്കളെ? f2. ഇങ്ങനെ നമുക്കിതിനെ എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ, റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിലൂടെയുള്ള റിഫ്രാക്ഷൻ ഡെറിവേഷനാണ്. മനോഹരമായ ഡെറിവേഷനാണ്. അപ്പോൾ പ്രിസം വരക്കണം അല്ലേ? മനോഹരമായി നമ്മളിതാ ഒരു പ്രിസം വരച്ചിരിക്കുന്നു. ഇല്ല, മനോഹരമായി നമ്മളൊരു പ്രിസം ഇതാ വരച്ചിരിക്കുന്നു. ശരിയായിട്ടില്ല, ഒന്നും കൂടെ വരക്കാം. മനോഹരമായ പ്രിസം, അത് സർക്കിളായി മാറിയിരിക്കുന്നു ഗൈസ്. എന്നാൽ നമ്മൾ ആ പ്രിസം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ പരിപാടി തുടങ്ങത്തുള്ളൂ. യെസ്, മനോഹരമായ ഒരു പ്രിസത്തിൻ്റെ ഫേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കൂടെയാണ് നമ്മൾ റേ ഡയഗ്രം വരക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, റേ ഡയഗ്രം എൻ്റെ കൂടെ നിങ്ങൾ വരക്കണവേ. യെസ്, നമ്മുടെ റേ വരുന്നു. ഇൻസിഡൻറ്റ് റേ ആണ്. പേര് വിളിക്കണം. പി ക്യൂ ആണ്. ഓക്കെ അല്ലേടാ? എങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നു? പ്രിസത്തിലൂടെ പോകുന്നു. ഓക്കെ, ആഫ്റ്റർ അവൻ റിഫ്രാക്ഷന് വിധേയമാണ്. ഇതാണ് ഫിഗർ. ഇത് നമുക്കിവിടെ ക്യൂ എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് ആർ എന്ന് വിളിക്കാം. ഇത് നമുക്ക് എസ് എന്ന് വിളിക്കാം. PQRS, ഇതാണ് നമ്മൾ റേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറിയ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ നോർമലുകൾ വരക്കാൻ പോവാണേ. ഇവിടെ നമ്മൾ ആദ്യം ഒരു നോർമൽ വരക്കുന്നു. ആദ്യം നമ്മൾ നോർമൽ വരക്കാൻ പോകുന്നത് ഇവിടാണേ. ഇവിടെ നമുക്കൊരു നോർമൽ വരക്കാം. സിമ്പിളി ഒരു നോർമൽ വരച്ചു. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ ഇവിടെ ഞാൻ ഒരു നോർമൽ വരക്കുന്നു. ഇവിടെ ഞാൻ എന്ത് വരച്ചു? ഒരു നോർമൽ വരച്ചു. റെഡി. ഈ രണ്ട് നോർമലുകളെ ഞാൻ ഒന്ന് കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ രണ്ട് നോർമലും ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്കൊന്ന് കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. കൂട്ടിമുട്ടിച്ചു. ഈ കൂട്ടിമുട്ടിയ പോയിന്റ് നമുക്ക് എന്നെന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? പ്രിസത്തിൻ്റെ ഈ ABC എന്നും കൂടെ മാർക്ക് ചെയ്തു. പ്രിസം ABC ആണ്. ABC ആണ് പ്രിസം. ഓക്കെ, ഇതിലാർക്കും സംശയമില്ലല്ലോ. ഇനി ഈ റേ പ്രിസം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ റേ നേരെ ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പ്രിസം ഉള്ളതുകൊണ്ട് ഇതെന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് ഡീവിയേറ്റ് ചെയ്തു. അപ്പോൾ എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തു? ഇതിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത്രയുമാണ് അത് ഡീവിയേറ്റ് ചെയ്ത ആംഗിൾ. ഇതിനെ നമുക്ക് വിളിക്കാം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ?
ഇനി നമ്മൾ നോക്കുന്നു, ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് I1 എന്ന് വിളിച്ചു, ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ഈ ആംഗിളിനെ നമുക്ക് R2 എന്ന് വിളിക്കാം, ഈ ആംഗിളിനെ നമുക്ക് I2 എന്നോ അല്ലെങ്കിൽ E എന്നോ വിളിക്കാം. അതിനൊരു കുഴപ്പമില്ല. ഞാൻ I2 എന്ന് വിളിക്കാൻ കാരണമുണ്ട്, ഡെറിവേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എന്ത് വിളിച്ചത്, I2. ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് എമർജൻസ് E എന്ന് വിളിക്കാം, ഒരു കുഴപ്പവുമില്ല. അത് നിങ്ങൾക്ക് കിട്ടുന്നിരിക്കുന്നു. ഇനി ഈ ഡെറിവേഷൻ എളുപ്പമാണ്. ഇവിടെ എടുക്കേണ്ടത് 2 ട്രയാങ്കിളും ഒരു കോട്ടിലാറ്റലുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആദ്യം ഞാൻ ഈ കോട്ടിലാറ്റൽ എടുക്കുന്നു. കോട്ടിലാറ്റൽ AQNR ഞാൻ പറയുന്ന പോലെ തന്നെ എടുത്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ അല്ലേ? ആദ്യം എടുക്കുന്നു കോട്ടിലാറ്റൽ AQNR, കോട്ടിലാറ്റൽ AQNR. ഇപ്പോൾ AQNR എടുത്ത് AQNR, കോട്ടിലാറ്റൽ AQNR എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ A ആണ്, ഇത് ആംഗിൾ എന്താണ്, N ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? ഇത് 90 ഡിഗ്രി അല്ലേടാ? ഈ ആംഗിൾ സർഫസ് നോർമൽ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, സർഫസ് നോർമൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് പറയാം 90 പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഒരു കോട്ടിലാറ്റിൻ്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ്. എങ്കിൽ നമ്മൾ ആംഗിൾ A പ്ലസ് എന്ത് കിട്ടി, ആംഗിൾ A പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു, ഇത് 180 ആണ്, 180 മൈനസ് 360 180 എന്ന് കിട്ടി, 180 ഡിഗ്രി. ഇവിടെ കിടക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ കോട്ടിലാറ്റിൽ വെച്ചിട്ട് ആംഗിൾ എയിനെയും ആംഗിൾ എന്നിനെയും നമ്മൾ റിലേറ്റ് ചെയ്തു. ഇനി 2 ട്രയാങ്കിളിൻ്റെ പരിപാടിയാണ്. ആദ്യം ഞാൻ എടുക്കുന്ന ട്രയാങ്കിൾ QNR ആണ്. ഇത് ഓർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ A വെട്ടിക്കളഞ്ഞാൽ നമ്മൾ ട്രയാങ്കിളായി. അങ്ങനെ പഠിച്ചാൽ മതി. ട്രയാങ്കിൾ ഏതാണ് എടുക്കുന്നത്, ട്രയാങ്കിൾ QNR. ട്രയാങ്കിൾ QNR എടുത്തു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എടുത്തു, മുമ്പത്തെ പോലെ തന്നെ. ടോട്ടൽ ആംഗിൾ വെച്ചാൽ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ആണ് അല്ലേ? R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. പുട്ട് ഇക്വേഷൻ നമ്പർ 2. ഈ 2 ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, 180 ഉണ്ട്, ആംഗിൾ N ഉണ്ട്, എങ്കിൽ ഈ സാധനം എന്തായിരിക്കും, ആംഗിൾ A എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, R1 പ്ലസ് R2 എന്ന് പറയുന്നത് ആംഗിൾ A ആണ്. ഫ്രം ഇക്വേഷൻ 1 and 2. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 പുട്ട് ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്ത എന്താണ്, ഒരു ട്രയാങ്കിൾ വേണം അല്ലേ? ഒരു കോട്ടിലാറ്റൽ 2 ട്രയാങ്കിളും സാറ് പറഞ്ഞത്. ഈ ട്രയാങ്കിൾ എടുക്കുന്നേ, ഈ ട്രയാങ്കിൾ ഒന്ന് പെയിൻ്റ് അടിച്ച് കാണിച്ചു തരാം. മഞ്ഞ പെയിൻ്റ് അടിച്ച് ഈ ട്രയാങ്കിൾ എടുക്കുവാണ്. ഈ ട്രയാങ്കിൾ നമുക്ക് ഈ ആംഗിളും ഈ ആംഗിൾ ഞാൻ ഒന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ, ഈ 2 ആംഗിൾ ഞാൻ കണ്ടുപിടിക്കുന്നു. ഈ ആംഗിൾ I1 ആണ്, ടോട്ടൽ ആംഗിൾ എന്താണ്, ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും, അപ്പോൾ I1 ആണ് അല്ലേ? ഇത് രണ്ടും വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണ്. ഈ ആംഗിൾ I1 തന്നെയാണ്. അതിൽ ഒരു ചെറിയ ആംഗിൾ R1 ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എന്തായിരിക്കും, സിംപിളി നമുക്ക് പറയാം I1 മൈനസ് എന്താണ്, R1 ആണ്. സിമിലർ വേ നിങ്ങൾ നോക്കിയാടാ, സിമിലർ വേ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആണ്. ഇത് I2 ആണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എന്ത് കിട്ടണം, I2 എന്ന് കിട്ടണം. അപ്പോൾ ഈ കുഞ്ഞ് ആംഗിൾ എന്തായിരിക്കും, യെസ് ദാറ്റ് ഈസ് I2 മൈനസ് എന്താണ് മക്കളെ, R2 ആണ്. സിംപിളി സാധനം കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമുക്ക് M എന്ന് വിളിക്കാം കേട്ടോ, M എന്ന് വിളിച്ചു. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ സം ഓഫ് 2 ഇൻറ്റീരിയർ ആംഗിൾ. അപ്പോൾ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ സിമ്പിളാ, എന്നിനൊരു വര ഇട്ട് കൊടുത്താൽ മതി, ഇവിടെ A മായ്ച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രയാങ്കിൾ കിട്ടി. അടുത്ത സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടി M ഇട്ട് കൊടുക്കുക, വര ഇട്ട് കൊടുക്കുക. ആ ട്രയാങ്കിൾ QMR. അപ്പോൾ ട്രയാങ്കിൾ QMR എടുത്തു. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ സം ഓഫ് 2 ഇൻറ്റീരിയർ ആംഗിൾ I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. സെറ്റ് അല്ലടാ? എങ്കിൽ ഡെൽ ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം I1 പ്ലസ് I2 മൈനസ് ഓഫ് R1 പ്ലസ് എന്താണ്, R2. എൻ്റെ മക്കളെ, നമുക്ക് ഓൾറെഡി അറിയാം R1 പ്ലസ് R2 ആംഗിൾ A ആണ് അല്ലേ? ഫ്രം ഇക്വേഷൻ നമ്പർ 3 ഡെൽ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് ആംഗിൾ A എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് I1 പ്ലസ് I2 കണ്ടുപിടിച്ച് വിടാം മക്കളെ. എന്ത് കിട്ടൂടാ, I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു ഡെൽ പ്ലസ് ആംഗിൾ A. ഡെൽ പ്ലസ് എന്താണ് മക്കളെ, ആംഗിൾ A എന്ന് എഴുതാം. ഇനിയാണ് നമ്മൾ മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ പറഞ്ഞ കൺസെപ്റ്റിലോട്ട് പോകാൻ പോകുന്നത്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന കൺസെപ്റ്റാണ് നമ്മൾ അടുത്തെടുക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, നമുക്കതും കൂടെ നോക്കാം. അപ്പോൾ മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താ സാറ് പറഞ്ഞു തരാവേ. മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ ഇങ്ങനെ കൂട്ടുന്നതനുസരിച്ച് ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഒരു മിനിമം വാല്യൂ വരും.
അതിനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ മിനിമം ഡീവിയേഷൻ്റെ പ്രത്യേകത I is equal to E എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ I എന്ന് വെച്ചാൽ നമ്മുടെ I1 ആണ്. I1 is equal to E എന്ന് വെച്ചാൽ എമർജൻസ് ആണ്, ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അതിനെ നമ്മൾ I2 എന്നാണ് വിളിച്ചത്. I1 ഈക്വൽ ടു എന്തായിട്ട് മാറും? I2 ആയിട്ട് മാറും. അറ്റ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അത് പഠിച്ചു വെക്കണം. അറ്റ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ അത് പഠിച്ചു വെക്കണേ. അറ്റ് അതൊന്ന് ബൈഹാർട്ട് ചെയ്തു. അറ്റ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, അറ്റ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ I1 ഈക്വൽ ടു I2 എന്ന് എഴുതാം. അതിന് നമുക്ക് I എന്ന് വിളിക്കാം. അതേപോലെ തന്നെ R1 ഈക്വൽ ടു നമുക്ക് R2 എന്ന് എഴുതാം. അതിന് R എന്ന് വിളിക്കാം. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ് ക്യാപിറ്റൽ D, ക്യാപിറ്റൽ D. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പറിനൊക്കെ മാറ്റം വരുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ നമ്പർ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ആൻഡ് 3 ആൻഡ് 4 ബിക്കം therefore ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 ബിക്കം എന്ത് സംഭവിക്കും മക്കളെ? നിങ്ങൾ പറ. ഇക്വേഷൻ നമ്പർ 3 നമുക്ക് എന്താ കിടക്കുന്നത്? ഇക്വേഷൻ നമ്പർ 3 R1 + R2 ആംഗിൾ A ആണല്ലേ. R1 R2 നമ്മൾ R എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2R is equal to ആംഗിൾ A, then R is equal to ആംഗിൾ A/2. സിമിലർ വേ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ത് സംഭവിക്കുന്നു? 2I is equal to സിമിലർ വേ 2I is equal to എന്താ മക്കൾ ഇവിടെ കിടക്കുന്നത്? ഡെല്ലിന് പകരം ക്യാപിറ്റൽ D ആണ്. D plus A, D plus ആംഗിൾ A, then I is equal to D plus ആംഗിൾ A/2. പുട്ട് ഇക്വേഷൻ നമ്പർ 5, പുട്ട് ഇക്വേഷൻ നമ്പർ 6. ഇനി നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തേ. സ്നെൽസ് ലോ എന്താ പറയുന്നത്? സൈൻ ഐ അപ്ലൈ സ്നെൽസ് ലോ. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് N2 ബൈ എന്താണ്? N1 ആണ്. ഓക്കെ അല്ലേ? ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ എന്ത് വിളിക്കാം? 7 എന്ന് വിളിക്കാം. ഇനി നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുത്തേ. സൈൻ ഐ എന്ന് പറയുന്നത് ആംഗിൾ A പ്ലസ് D ബൈ എ, ആംഗിൾ A പ്ലസ് D ബൈ 2. തിരിച്ചെഴുതാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആംഗിൾ A പ്ലസ് D ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ആംഗിൾ A/2 ഇസ് ഈക്വൽ ടു N2 ബൈ N1. ശ്രദ്ധിക്കണം മക്കളെ, N2 എന്ന് പറയുന്നത് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. N1 എന്ന് പറഞ്ഞാൽ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. നമുക്ക് N എന്ന് വിളിക്കാം. ദിസ് ഈസ് ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം. സിമ്പിളാണ്. ഈ ഡെറിവേഷൻ എല്ലാവരും പഠിക്കണേ. ഇനി ഫോർ മിനിമം ആംഗിൾ പ്രിസം, അല്ലെങ്കിൽ സ്മോൾ ആംഗിൾ പ്രിസം, മിനിമം അല്ല, ഫോർ സ്മോൾ ആംഗിൾ പ്രിസം. സ്മോൾ ആംഗിൾ പ്രിസം ആണെങ്കിൽ മക്കൾ എന്താ സംഭവിക്കുന്നത്? ഈ ആംഗിളൊക്കെ വളരെ വളരെ ചെറുതായിരിക്കും. സൈൻ ആംഗിൾ A പ്ലസ് D ബൈ 2നെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ആംഗിൾ A പ്ലസ് D ബൈ 2 എന്ന് എഴുതാം. സൈൻ ആംഗിൾ A/2നെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് A/2 എന്ന്. അത് സ്മോൾ ആംഗിൾ പ്രിസത്തിൻ്റെ കേസിൽ ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് സൈൻ അതിന് പകരം ആംഗിൾ A പ്ലസ് D ബൈ 2 എന്നും ഡിവൈഡ് ബൈ ആംഗിൾ A/2 എന്ന് എഴുതാം. സ്മോൾ ആംഗിൾ പ്രിസത്തിൻ്റെ കേസിലാണ് പറയുന്നത് N എന്ന് കിട്ടും. നമുക്ക് 2 × 2 എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ആംഗിൾ A നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ആംഗിൾ A പ്ലസ് D ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ആംഗിൾ A എന്ന് കിട്ടി. നമുക്ക് ഇവിടുന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താണ്? ആംഗിൾ Aനെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ N-1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? D എന്ന് കിട്ടും. N-1 ഈസ് ഈക്വൽ ടു D എന്ന് കിട്ടി. ഇതാണ് സ്മോൾ ആംഗിൾ പ്രിസത്തിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെ പറയാം. എന്താണ്? N-1 ഈസ് ഈക്വൽ ടു D ബൈ ആംഗിൾ A, D ബൈ ആംഗിൾ A. ദെൻ N ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? യെസ്, +1. ഓക്കെ, ഒന്നെങ്കിൽ ഇത്ര എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇത്ര എഴുതിക്കോ. ഓക്കെ, ഫോർ സ്മോൾ ആംഗിൾ പ്രിസം ആംഗുലർ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇതാണ് മക്കളെ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഒരു കുഞ്ഞു ഡെറിവേഷനാണ്. ഒന്നുമില്ല, ഈ ഫിഗർ എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മുടെ ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ഇമേജ് ഉണ്ട്. ഇമേജ് ഡിസ്റ്റൻസ് V ആണ്. ഇപ്പോൾ നമുക്കറിയാം ലീസ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലാണ് ഉണ്ടാകുന്നതെങ്കിൽ V = എന്തായിരിക്കും? D ആയിരിക്കും. U തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ എഴുതാൻ പോകുന്നു. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ M = നമുക്ക് എല്ലാവർക്കും അറിയാം V/U ആണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഫോർമുല, ഏത് ഫോർമുലയാണ്? നമ്മുടെ ലെൻസ് ഫോർമുല ഉണ്ട് അല്ലേ? ലെൻസ് ഫോർമുല പ്രകാരം നമുക്കിവിടെ 1/U എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ പറയാം 1/V മൈനസ് എന്താണ്? 1/F ആണ്.
ഇവിടെ ഒരു 1/u ഇല്ലേടാ മക്കളെ. അപ്പോൾ നമുക്ക് m ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ് v ഇൻറ്റു 1/v മൈനസ് 1/f എന്ന് കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി വിനെ ഞാൻ അകത്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണേ. വിനെ ഞാൻ അകത്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയാടാ മക്കളെ. അപ്പോൾ m ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 മൈനസ് എന്താണ് v/f എന്ന് കിട്ടി. 1 മൈനസ് എന്ത് കിട്ടി മക്കളെ? v/f എന്ന് കിട്ടി. നമുക്കറിയാം v എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിസ്റ്റിങ്ഷനിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് -d ആണ്. വിയുടെ വാല്യൂ -d ആണ്. അത് ഇട്ട് കൊടുക്കാൻ നേരത്ത് m ഈസ് ഈക്വൽ ടു 1 പ്ലസ് എന്ത് കിട്ടി മക്കളെ? d/f എന്ന് ആൻസർ കിട്ടി. ഇതാണ് നമുക്ക് ലീസ്റ്റ് ഡിസ്റ്റിങ്ഷനിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്ന ഇൻഫിനിറ്റിയിലാണെങ്കിൽ, ഓക്കെ, ഇമേജ് ഫോം ചെയ്യുന്ന നിയർ പോയിന്റിലാണ് ഇക്വേഷൻ. ഇതാണ് 1 പ്ലസ് ഇത് നിയർ പോയിന്റ് ആണ്. ഒന്നും കൂടെ നമുക്ക് എഴുതുവാണേ. m ഈസ് ഈക്വൽ ടു എന്താണ്? 1 പ്ലസ് എന്താണ്? d/f. ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മളുടെ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇക്വേഷൻ പഠിച്ചോ. ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം. ഡി അപ്പോൾ ഇൻഫിനിറ്റി ആവും അല്ലേ? ഇത് വലിയൊരു ക്വാണ്ടിറ്റി ആവും അല്ലേ? ഇമേജ് ഫോം ചെയ്ത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി. m ഈസ് ഈക്വൽ എന്ത് വരും മക്കളെ? d/f എന്ന് വരും. ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചോളാം. ഇമേജ് ഫോം ചെയ്ത് ഇൻഫിനിറ്റി ആണെങ്കിൽ m ഈസ് ഈക്വൽ ടു d/f. എൻ്റെ കൺസെപ്റ്റിലോട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല, കടന്നു ചെല്ലുന്നില്ല. ഈ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ആവശ്യമുണ്ട് വരുവേ. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് റേ വരുന്നുണ്ട്. ആ റേ ഇവിടെ എന്തിന് ഫോം ചെയ്തിരിക്കുന്നു? ഒരു ഇമേജിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഫോം ചെയ്തിരിക്കുകയാണ്. റെഡി. നമുക്കിവിടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസിനൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് u, ഇത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് എന്താണ്? ഐ പീസ് ആണ്. അതേപോലെ തന്നെ ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് എന്താണ്? ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഇനി നമ്മൾ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മാഗ്നിഫിക്കേഷൻ 2 ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? MO ഇൻറ്റു എന്താണ്? ME ആണ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. ഇനി MO എന്ന് പറയുന്നത് നമുക്കറിയാം v/u ആണ്. MO എന്താണ്? ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ്, അതായത് v/ എന്താണ് മക്കളെ? u ആണ്. v/u ആണ്. അത് നമുക്കറിയാം. ഇനി ഐ പീസ് എന്ന് പറയുന്നത് അതെന്താണ്? അത് സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. ഐ പീസ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. എന്തായിരുന്നു ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ? നമുക്കറിയാം എന്താണ്? 1 പ്ലസ് d/, എന്താണ്? f. ഐ പീസ് ആയതുകൊണ്ട് e എന്ന് വിളിക്കാം, f എന്ന് വിളിക്കാം. ഇനിയാണ് കലാപരിപാടികൾ. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ യുവിനെയും വിനെയും മാറ്റാൻ പോവാണ്. വി എന്ന് പറയുന്നത് ഇത് ഈ ഫോക്കൽ ലെങ്ത് വളരെ വളരെ ചെറുതായിരിക്കും ഐ പീസിൻ്റെയും ഒബ്ജക്റ്റീവിൻ്റെയൊക്കെ. അതുകൊണ്ട് വി എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ഓഫ് ദി ട്യൂബായിട്ട് എടുക്കാം. വി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? ലെങ്ത് ഓഫ് ദി ട്യൂബായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇനി യു എന്ന് പറയുന്നത് ശ്രദ്ധിക്കും മക്കളെ. യു എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഈ ഫോക്കസിന് വളരെ അടുത്തായതുകൊണ്ട് എഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. യു ഈസ് ഈക്വൽ ടു എന്താണ്? ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ MO ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. എന്താണ്? L/f എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ആൻസറായി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു L/FO ഇൻറ്റു 1 പ്ലസ് d/, എന്ത് കിട്ടി മക്കളെ? FE എന്ന് കിട്ടി. ഇതാണ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒന്നുമില്ല. ഇമേജ് ഫോം ചെയ്യുന്ന ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് നേരത്തെ അറിയാം 1 പ്ലസ് d/FE d/FE എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ എന്ത് വരും മക്കളെ? L/FO ഇൻറ്റു d/, എന്താണ്? FE എന്ന് വിളിക്കാൻ പറ്റും. ഇതാണ് ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് അവസാനത്തൊരു ഡെറിവേഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ എന്താണ്? ടെലിസ്കോപ്പാണ്. ടെലിസ്കോപ്പിനകത്ത് നമുക്കറിയാം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നവിടെ ആയിരിക്കും, ഫോക്കസിലായിരിക്കും. ഈ ഇമേജാണ് ഇതിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമുക്കൊരു വെർച്വൽ ഇമേജിനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ആംഗുലാർ മാഗ്നിഫിക്കേഷനാണ്. അതായത് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയാണ്. എങ്കിൽ
ഇവിടെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നത്. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം ബീറ്റ ബൈ എന്താണ് മക്കളെ? ആൽഫയാണ്. ബീറ്റ ബൈ എന്താണ്? ആൽഫയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ടാൻ ബീറ്റ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും. ടാൻ ബീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റായ എച്ച് ബൈ എന്താണ്? എച്ച് ബൈ എഫ് ഒ ആണ്, അല്ലെ? എഫ് ഇ ആണ്. എച്ച് ബൈ എന്താണ്? എഫ് ഇ ആണ്. അതിന് നമുക്ക് ബീറ്റ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ആംഗിൾ ചെറുതായതുകൊണ്ട് ബീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എന്തായിരിക്കും? എഫ് ഇ ആണ്. ഇതേപോലെ നിങ്ങൾ ടാൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എച്ച് ബൈ എഫ് ഒ എന്ന് കിട്ടും. എച്ച് ബൈ എന്ത് കിട്ടി? എഫ് ഒ ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. അതേപോലെ നമുക്ക് ആംഗിൾ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എഫ് ഒ എന്ന് പറയാം. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ബീറ്റ ബൈ എന്താണ്? ആൽഫയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഒ ബൈ എന്ത് കിട്ടി? എഫ് കിട്ടി. ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ എന്ത് ഇൻഡിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ ഇൻഡിക്കേഷൻ.